നന്ദി. പത്മപ്രിയ ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. ടൈം ഡിഫറൻസ് ഉണ്ട് ഡോക്ടറെ, ഇംഗ്ലണ്ടിലല്ലേ. അതാണ് സമയം, ചെറിയ വ്യത്യാസങ്ങൾ. യാത്രയിലായിരിക്കും, എപ്പോഴും യാത്രയിലാണ്, വണ്ടിയിലൊക്കെ വെച്ചാണ് ഡോക്ടർ ക്ലാസ് കയറാറുള്ളത്. എന്തായാലും ഡോക്ടർ വരുമ്പോഴേക്കും ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങളാണ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഡോക്ടർ എത്തുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും മറ്റു വിഷയങ്ങൾ, മലയാളം നാളെ എന്താണ് പ്രോഗ്രാം ധനേഷ് ഡോക്ടറെ? നാളെ നമ്മോടൊപ്പം നമ്പൂതിരി ഡോക്ടറാണ് എത്തുന്നത്. പി.കെ. നമ്പൂതിരി സാർ അല്ലേ? ഡോക്ടർ വിളിച്ചോണ്ടിരിക്കുകയാണ്. ശരി, നടക്കട്ടെ, വിളിക്കൂ ഡോക്ടർ. എന്തായാലും IFPH ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഹോമിയോപ്പതി ഫ്രറ്റേണിറ്റി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മുടെ വാക്സിനേഷന്റെ അപകടാവസ്ഥയെ കുറിച്ച് വളരെ 4 വർഷമായിട്ട് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെല്ലാം കണ്ണു തുറന്നു. ഇപ്പോ അവര് വിലപിക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ആരുടെയെങ്കിലും തലയിൽ കൊണ്ട് കെട്ടിയൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ലോകം തിരിച്ചറിഞ്ഞു, വേദനയോടെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇതിലേക്ക് നഷ്ടപ്പെട്ടവർ, ആ നഷ്ടം ആര് നികത്തും? അത് മാത്രമല്ല മനോജ് ഡോക്ടർ, ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? അതെ, അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിവോ എന്ന് ചോദിച്ച പോലെ വാക്സിൻ എടുത്ത് മരണപ്പെട്ടവരെ കുറിച്ച്. എന്നിട്ടും അതൊക്കെ വീണ്ടും മഹത്തരങ്ങളാണെന്ന് വ്യാഖ്യാനിക്കാൻ കുറെ പേര്, ഹനുമാൻ പറഞ്ഞ പോലെ അംബീഷ്യസ്ലി വേസ്റ്റിംഗ് ദിയർ ടൈം ആൻഡ് ടാലൻസ്. ഡോക്ടർ തനേഷ്, ഇൻഫർമേഷൻ കിട്ടിയോ? കിട്ടിയില്ല. അല്ല, അതിലിപ്പോ ഡോക്ടർ പറഞ്ഞു വന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ കണ്ടത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഫോട്ടോ വരെ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥയിലെത്തി. ഓക്കെ, അതെ. ഇപ്പൊ ആ മനുഷ്യൻ ഞാനല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മത്സരിക്കുകയാണ്. ഇതിന്റെക്ക് വാക്സിൻ എടുത്ത വിദ്വാൻ ചെന്ന് എലിസബത്ത് രാജ്ഞിയുടെ കാറും വിലയ്ക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് പൂനാവാലയുടെ നേട്ടങ്ങളാണ്. പക്ഷേ ഈ നേട്ടങ്ങളെല്ലാം കോട്ടങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്കാരോട് മാത്രമാണ് ഇതിനെ ശക്തിയുക്തി എതിർത്ത് അന്ന് നിന്നും. ഇതിന് നാച്ചുറോപ്പതി മറ്റുള്ളവരുണ്ട്. പക്ഷെ ഇതിനെ പോലും ഒരു ഡോക്ടർ ഫ്രറ്റേണിറ്റി നിലയ്ക്ക് വളരെ വ്യക്തമായ സ്റ്റാൻഡ് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്? ഹോമിയോപ്പതി, പത്മപ്രിയ ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് ഒരു റീസൺ ഉണ്ട്. സ്റ്റുവർട്ട് ക്ലോസ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി അഗൻസ്റ്റ് ആണെന്ന്. ഒന്നത് സിമിലർ അല്ല, സെയിം ആണ്. രണ്ടാമത്തെ കാര്യം ക്രൂഡാണ്. ഡോസ് എന്ന് പറഞ്ഞാൽ മാസീവ് ഡോസ് ആണ്. പിന്നെ മെത്തേഡ് അഡ്മിനിസ്ട്രേഷൻ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട്, അല്ലാതെ XOR Y ഉണ്ടാക്കുന്ന ഒരു പൈസ ഉണ്ടാക്കുന്നുള്ളതല്ല വിഷയം. ഹോമിയോപ്പതി താത്വികമായി, സൈദ്ധാന്തികമായാണ് വാക്സിൻ എതിർക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പത്മപ്രിയ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടേ? ജോയിൻ ചെയ്തെത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഞാനാണ് എന്റെ റീച്ച് എത്തി. ഓക്കെ. അപ്പൊ പ്രിയ ഡോക്ടറെ, ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇരുന്നേത്. എന്തായാലും ഡോക്ടർ എത്തി. ഇന്നത്തെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡോക്ടറെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഡോക്ടറെ, തുടങ്ങാം. Firstly, sorry, ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി. Sorry, very, very sorry about that. And thank you very much, IFPH, once again for giving me another opportunity to share my knowledge here. അപ്പോൾ തുടങ്ങുന്ന മുമ്പ് ആസ് യൂഷ്വൽ ഗുരുവന്ദനം. ഞാൻ ഷെയർ ചെയ്യുന്ന നോളേജ് എൻ്റെ അല്ല, പല ഗുരുക്കള്, എൻ്റെ അച്ഛൻ പ്ലസ് എന്നെ പഠിപ്പിച്ച പല ഗുരുക്കള് ന്റെ കയ്യിൽ നിന്ന് മേടിച്ച നോളേജാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. സോ എവറിത്തിങ് ഐ ഹാവ് ടുഡേ ഐ ഓ ടു മൈ ഗുരുസ്. സോ ഓൾ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ ഗുരുസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു okay. So today I was thinking about a totally different topic. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മിനിറ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. അപ്പൊ ഒരു വെരി വെരി കോമൺ സിൻഡ്രോം പറയണോ ഡിസോർഡർ പറയണോ എന്ന് അറിഞ്ഞൂടാ, ബട്ട് ദിസ് ഇസ് getting very very common these days, and I don't know to what extent, but we as homeopaths should take this as a very serious disorder. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കോവിഡ് എല്ലാവിടെയും ഉണ്ട്. അടുത്ത വീട്ടിലും ഉണ്ടാവും, നമ്മളുടെ വീട്ടിലും ഉണ്ടാവും, നമ്മളുടെ വീട്ടുകാരൻ്റെ ദേഹത്തും ഉണ്ടാവും, നമ്മളുടെ ഉണ്ടാവും. സോ കോവിഡ് വാസ് പ്രസന്റ് എവ്രിവെയർ. സിമിലർലി ദിസ് പ്രോബ്ലം ഈസ് പ്രസന്റ് എവ്രിവെയർ. ആൻഡ് ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ക്ലിയർ? സ്ക്രീൻ ഷെയർ ആയോ? ഓക്കെ.
Okay, so today I'm going to talk about alcoholism. Alcoholism and how are we going to manage this? ഇത് എന്നെ പഠിപ്പിച്ചു തന്നത്, ഈ ചാപ്റ്റർ പഠിപ്പിച്ചു തന്നത് എൻ്റെ അച്ഛൻ ആയിരുന്നു. പക്ഷെ അച്ഛൻ പഠിപ്പിച്ചു തരുന്ന മുമ്പ് ആദ്യം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, മോളെ ആൽക്കഹോളിസം പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യണ്ട, നിന്റെ അടുത്ത് വന്നാൽ നീ അത് എടുക്കണ്ട. അപ്പോൾ അത് തന്നെ എനിക്കൊരു അത്ഭുതമായിരുന്നു. ബിക്കോസ് എൻ്റെ കൺമുമ്പിൽ അച്ഛൻ്റെ അടുത്ത് പേഷ്യൻസ് വരുന്നുണ്ട്, അച്ഛൻ മരുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ പഠിപ്പിക്കാൻ നേരത്തെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, am I clear? Is my sound very clear? Yes, no use of alcohol. It is very clear. Okay, fine, thank you. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പോൾ that was a very curious thing for me. Why is he saying like that? അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചു തന്നതിന്റെ, അച്ഛൻ അഫ്കോഴ്സ് എനിക്ക് ഫുൾ പ്രോട്ടോകോൾസ് പഠിപ്പിച്ചു തന്നു, ഏത് രീതിയിൽ ആൽക്കഹോളിസം മാനേജ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നു. പക്ഷെ ആദ്യം പറഞ്ഞു തന്നത് ആൽക്കഹോളിസം പേഷ്യൻസിനെ എടുക്കാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നണം നമ്മൾ അത് അച്ഛൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കുകയും ചെയ്തു. ഞാൻ ആവണത്രയും as much as possible, as far as possible, I avoided taking cases of alcoholism. അത് ഒന്നെങ്കിലേ അച്ഛൻ ഉള്ളപ്പോൾ അച്ഛൻ്റെ കൈ റെഫറൻസ് കൊടുക്കുമായിരുന്നു ആ പേഷ്യന്റിന്, അല്ലെങ്കിൽ പിന്നെ സീനിയർ ഹോമിയോപാത്സിന് ഞാൻ കൊടുക്കുമായിരുന്നു. ബിക്കോസ് അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഗുരുക്കളൊക്കെ നല്ലപോലെ ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ നോ ദിസ് ഈസ് മാനേജബിൾ വിത്ത് ഹോമിയോപ്പതി. But I just listened to my father. I was like, okay, I will not handle this case. I never did that. But ഇന്ന് കാലം മാറി. Alcoholism is rapidly spreading everywhere. പണ്ട് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു 50+ പ്രായമുള്ള ആൾക്കാര് പല റീസൺസിലും ഡ്രങ്കേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗും കൊണ്ടുവരും. അല്ലെങ്കിൽ പിന്നെ ജോലി ഇല്ലാത്ത ഒരു യൂത്ത് ജനറേഷന്, ആണുങ്ങൾ സ്പെഷ്യലി അച്ഛൻ്റെ അടുത്ത് മരുന്നിന് പേഷ്യൻസ് ആയിട്ട് വരുമായിരുന്നു. ഒന്നെങ്കിലേ പേഷ്യൻസ് ആയിട്ട് ഡയറക്ട്ലി വരും, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ബട്ട് ടുഡേ we are living in a totally different era, and we as homeopaths need to understand this, that we have to take this subject very, very seriously. Because ഇന്നത്തെ കാലത്ത് 18th ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് ഇല്ലാണ്ട് പിള്ളേർ 18th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഒരു പ്രമോഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡ്രിങ്ക്സ് ഉണ്ടാവണം, ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ ഡ്രിങ്ക്സ് ഉണ്ടാവണം. സോ ഡ്രിങ്ക്സ് ഹാസ് ബിക്കം വെരി, വെരി, വെരി മാൻഡേറ്ററി. And this is kind of a slow poison. Our whole society is getting poisoned by this. അത് അറിയാണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സ് തുടങ്ങി. സ്പെഷ്യലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ വന്നപ്പോൾ കണ്ടിരുന്നു, ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. Kids as early as 13-14 start with their routine drinks. Once in a while ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ കുടിക്കും, വല്ല ഇവന്റ് ഉണ്ടെങ്കിൽ കുടിക്കും, പരീക്ഷ കഴിഞ്ഞു കുടിക്കും, എന്തൊരു ദേ ജസ്റ്റ് നീഡ് വൺ റീസൺ. പണ്ടത്തെ കാലത്ത് ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് വരുന്നത് ജോലി പോയി, കുടുംബത്തിൽ വല്ല ഫൈനാൻഷ്യൽ ലോസ് ആയി, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും മരിച്ചു, പ്രിയപ്പെട്ട ഒരു ഫാമിലി മെമ്പർ പോയതിന്റെ വിഷമം, അല്ലെങ്കിൽ വീട്ടിലത്തെ ഡൊമസ്റ്റിക് സ്ട്രെസ് കാരണം, അങ്ങനെ there were solid reasons to go into a state of alcoholism. But today, this generation, the people around us, they don't have any valid reasons to go and get drunk. For every reason they are drinking. നല്ല ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് ഓഫ് എക്സോട്ടിക് ഡ്രിങ്ക്സ് ഉണ്ടെങ്കിലേ ആ ഓർഗനൈസേഴ്സോ അല്ലെങ്കിൽ ആ ഇവന്റ് കൊണ്ട് നടത്തുന്ന അവർക്ക് ഒരു അഭിമാനമുള്ളൂ. ഈ ഇവന്റ് അത്രയും ഗ്രാൻഡ് സക്സസ്ഫുൾ ആൻഡ് ബിഗ് ഇവന്റ് ആയിരുന്നു ബിക്കോസ് ബ്യൂട്ടിഫുൾ ഡ്രിങ്ക്സ് വെയർ ദേർ. സോ we have to consider this. So why this has to be taken seriously is, other than homeopathy, nobody can help these patients. And idine patients ennu parayenne venam, karanam this is a major disorder. Appo alcoholism has to be accepted by us as homeopaths. Ipo njan parnille, ende achan ende parnu mole treatment nee aavanathram patients ne treat cheyarudhu, alcoholism refer cheyyana parnu. പക്ഷെ അതേ ഞാൻ ഇന്ന് ആവണത്രയും ആൽക്കഹോളിസം സ്പെഷ്യലി in this country, teenagers, young adults, 18, 19, 20, 21, young adults, children 12, 13, 14, very, very frequent. More and more cases are coming up. ഒന്നെങ്കിലേ പാരൻസ് ആയിട്ട് വരും, അല്ലെങ്കിൽ കുട്ടികളായിട്ടും വരാറുണ്ട്. So this is very important for all of us to understand how do we tackle this situation. പിന്നെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇത് അച്ഛനും പറഞ്ഞത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മഹാരോഗം എന്ന് പറയുന്ന പല രോഗങ്ങളുണ്ട്. അതിൽ വല്ല ക്യാൻസർ പോലെ അയച്ചാൽ നമുക്ക് മരുന്നുകളുടെ പേരറിയാം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ we can manage even the dangerous diseases, so called dangerous diseases.
Alcoholism is not like that. Alcoholism is not one small disease or one major disease wherein you can confidently say, oh yes, I'm going to manage. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു ഓങ്കോളജിസ്റ്റ്, ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരു ഡോക്ടർ ഫാറൂഖ് മാസ്റ്റർ മുംബൈത്തെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്. അവരുടെ ബോംബെ ഹോസ്പിറ്റലിൽ ക്യാൻസറിന് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് ഹോമിയോപ്പത്തിക് മരുന്ന് വെച്ചിട്ട്. അപ്പൊ അതുപോലെ ഡോക്ടർമാരുടെ കൂടെയൊക്കെ ഇരുന്നിട്ടും അതിന് വേണ്ടിയിട്ട് കോഴ്സ് ഒക്കെ ചെയ്തെടുത്താൽ വി ക്യാൻ ബിക്കം മാസ്റ്റർ ഇൻ ദാറ്റ് സ്പെസിഫിക് ഫീൽഡ്. ബട്ട് ആൽക്കഹോളിസം ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. Why it is not like that, we need to understand that first. So now I'm going to explain the basic protocol. Achan inki padhichana the basic protocol, how you handle alcoholism. Because idu njan parnille material medical knowledge, organ knowledge matram pora alcoholism manage cheyan. We as homeopaths need to prepare ourselves. We as homeopaths should know the basic rules and regulations so that we are ready to tackle the patient. So I will just go ahead with my slides. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളുടെ അടുത്ത് പേഷ്യന്റ് വന്നു. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കുന്നത് പേഷ്യന്റ് ഡയറക്ട്ലി ആണോ വരുന്നത്, ഇൻഡയറക്ട്ലി ആണോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു അസുഖം വി ഡോണ്ട് വോണ്ട് ടു നോ ഹൗ ദ പേഷ്യന്റ് ഇസ് കമ്മിങ്. ബട്ട് ഇൻ കേസ് ഓഫ് ആൽക്കഹോളിസം ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ വി ഹോമിയോപാത്സ് ടു അണ്ടർസ്റ്റാൻഡ് പേഷ്യന്റ് അറിഞ്ഞുകൊണ്ടും സന്തോഷത്തോട് വില്ലിംഗ്ലി ആണോ വരുന്നത് നമ്മളുടെ അടുത്തുനിന്ന്. ബിക്കോസ് at the end of the day, what are you doing? You're managing the so-called patient. And if you want to survive as a homeopath, nammalokka at the end of the day namukku endha venda, namukku name, fame, success. Name, fame, money കിട്ടിയാലേ നമുക്ക് സക്സസ് ഉള്ളൂ. സക്സസ് ഉണ്ടെങ്കിലേ റെപ്യൂട്ടേഷൻ ഉള്ളൂ. ഇന്നാലേ നമ്മളുടെ പാഷൻ ഓഫ് ഹോമിയോപ്പത്തി വി ക്യാൻ ക്യാരി ടുവേർഡ്സ് ദ last phase of our own life. So if you want to be successful, what is the only token of going ahead? It's our patient. One patient vannitte successful ayale we can progress from there. So alcoholism patient, you have to be very careful. Are you ready to take this patient or not? Because if you are not ready, you should be knowing, yes, these are the reasons I'm not ready and I will not take this patient because I don't want to ruin my own reputation. It can be anything, name, fame, money, success, anything. But your alcoholism patient, you have to understand, willingly vanna patients, their patients are very cooperative. നമ്മൾ ഹോമിയോപാത്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് കേസ് ടേക്കിംഗ് ആണ്. കേസ് ടേക്കിംഗ് ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ. അപ്പൊ നമ്മളുടെ എന്തൊരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ, especially alcoholism, you need to individualize every patient of alcoholism to be a successful prescriber of alcoholic patient. So for that you need individualization. Individualization അറിയണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് വില്ലിംഗ്ലി നമുക്ക് കേസ് തരണം. പേഷ്യന്റെ വില്ലിംഗ്നെസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് അത്രയും നമ്മളുടെ സക്സസ് റേറ്റ് കൂടും. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വേ ഓഫ് ദ പേഷ്യന്റ് കംസ് ഇസ് അമ്മയോ ചേച്ചിയോ അമ്മാമ്മനോ അച്ഛനോ അനിയനോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അവർ പേഷ്യന്റിനെ കൊണ്ടുവരില്ല, പക്ഷെ നമ്മളുടെ അത് പേഷ്യന്റെ കേസും കൊണ്ടുവരും. ഇതുപോലെയൊക്കെ ഉണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻ സച്ച് കേസസ് constitutional prescription or individualization becomes difficult. Because you, first thing, you are not seeing the patient. Second thing, you may not get the valuable data that you can take from the patient directly. Appo idu or important criteria ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ, ഈ പേഷ്യൻസ് ഇൻഡയറക്ട്ലി നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ആർ മോർ ഡിഫിക്കൽട്ട് ടു മാനേജ് ബിക്കോസ് ദേ ഹാവ് ഗോൺ ടു സച്ച് എ സ്റ്റേജ് ഓഫ് ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് that they don't even want to come for consultation. So such patients are more difficult in all sense. എല്ലാം pathological level അവരെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ അവരുടെ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കെയറർ ആണ്. ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ ആരായാലും ശരി. So when you do the management of such patients, you have to remember one important thing, that you are not directly handling. നമ്മൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, മരുന്ന്, ഹോമിയോപ്പത്തിക് മരുന്ന് നമ്മൾ എങ്ങനെ കൊടുക്കണം? വയ ആൽക്കഹോൾ, ലൈക്ക് ഗ്ലോബ്യൂൾസിൽ ഇട്ടിട്ട് ആൽക്കഹോളിലാണ് നമ്മളെ മരുന്ന്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ കാരിയർ. Our medicine is going inside the patient's body with the help of a carrier. Similarly, our medicine will reach this alcoholic man via the carrier. Who is a carrier? It's a relative. അച്ഛനോ അമ്മയോ സിസ്റ്ററോ ബ്രദർ ആരെങ്കിലും ആയിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ്, ഈ പേഷ്യന്റിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രീതിയിലും ദിസ് പേഴ്സൺ ഇൻവോൾവ് വിൽ അണ്ടർഗോ ലോട്ട്സ് ഓഫ് സ്ട്രെസ്. ഈ പേഷ്യന്റിനെ കൊണ്ടുവന്ന അമ്മയോ ചേച്ചിയോ എന്ന് പറയുമ്പോൾ, മതിയായി ഡോക്ടറെ, എനിക്ക് അവരെ നോക്കി മതിയായി, എനിക്ക് ദേഷ്യമാണ്, അവനെ കൊണ്ട് ഞാൻ തോറ്റു, മരുന്ന് കൊടുക്കണോ, നല്ല വാക്ക് പറഞ്ഞു കൊടുക്കണോ, എന്ത് ചെയ്താലും മതിയാവില്ല. സോ ദിസ് complaints will come from the person who is taking the medicine to the patient. So in such cases, it is your responsibility to manage that person also.
ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പേഷ്യന്റിനെയും കൊണ്ട് വരികയാണ്, പക്ഷെ ഈ അമ്മ തന്നെ പറയണ, ഓ ഞാൻ തോറ്റു, എനിക്ക് വയ്യ, ഇനി അവന്റെ ജീവിതം തൊലഞ്ഞോട്ടെ, എനിക്ക് അറിയേ വേണ്ട, അവന്റെ നന്നായോ വഷളായോ കുടിച്ച് ചത്തോന്ന് എനിക്ക് അറിയണ്ട, മതിയായി. So if you just listen to this story and if you send across a medicine, ആ മെഡിസിൻ അവിടെ ചിലപ്പോൾ എത്തിയില്ലാന്നും വരും, ആ അമ്മയ്ക്ക് അത്രയ്ക്ക് മതിയായി. സോ ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആ പേഷ്യന്റിന്റെ അമ്മ ഒരു ഇൻഡിഫറൻറ്റ് സ്റ്റേറ്റിൽ പോയിരിക്കണം. അപ്പോൾ ഒരു 1 dose of CPR to this mother is going to help that patient who is alcoholic. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആൽക്കഹോളിക് പേഷ്യന്റിനെ മാത്രം നോക്കിയാൽ പോരാ, ആൽക്കഹോളിക് പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവിനെയും കൂടെ നമ്മൾ നല്ലപോലെ നോക്കിയിരിക്കണം. ചില വൈഫുമാർ വന്നിട്ട് പറയാറുണ്ട്, ഓ പണ്ടാരം ചത്താ മതി, എനിക്ക് അതിന്റെ ദേഷ്യമാണ്, എനിക്ക് വെട്ടി കൊല്ലണം തോന്നുന്നു, ഭർത്താവായി പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മരുന്ന് കൊടുക്കണു, പല പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ, എനിക്ക് മതിയായി, പല്ല് കടിച്ച് നമ്മളുടെ തന്നെ സംസാരിക്കും. അപ്പോൾ ആൽക്കഹോളിക് പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്ന് ബാക്ക് ചെയ്യുന്നൊപ്പം നമുക്ക് 1 dose of Staphysagrida to this lady is important. If you are not giving Staphysagrida to this lady, she will hold on to that suppressed anger, and that suppressed anger കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് പോകുമ്പോൾ ഒന്നെങ്കിലേ മരുന്ന് കൊടുത്തില്ല എന്ന് വരും, അല്ലെങ്കിൽ പിന്നെ ആ ഭർത്താവിനെ മാനേജ് ചെയ്യുന്ന രീതികൾ ശരിയല്ലാണ്ട് ആയിപ്പോയി എന്ന് വരും. So that is why this is very important to understand why patient is coming directly or whether the patient is coming indirectly to us. Okay. അപ്പൊ ഇവൻച്വലി ഞാൻ പറയാം, ഞാൻ ഈ സ്ലൈഡ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൈ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ സെക്കൻഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഏത് സ്റ്റേജിലാണ് പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന അത് അറിഞ്ഞിരിക്കണം നമ്മൾ. ബിക്കോസ് ഇത് അറിഞ്ഞിരിക്കണം പറയുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മളുടെ പ്രിപ്പറേഷൻ. ആം ഐ ടേക്കിംഗ് ദിസ് പേഷ്യന്റ് ഓർ നോട്ട്? ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദിസ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് ഞാൻ പറയുന്നത് ഇത് വല്ല ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചതോ അല്ലെങ്കിൽ എവിടെയെന്ന് നോക്കിയെടുത്തതെന്നല്ല, ഇത് എനിക്ക് അച്ഛൻ പഠിപ്പിച്ചെന്ന കാര്യം ഞാൻ എൻ്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഈ വാക്കുകൾ എഴുതിയത് ഇനീഷ്യൽ സ്റ്റേജോ ഇന്റർമീഡിയറ്റ് സ്റ്റേജോ, പ്ലീസ് ഡു നോട്ട് ഗോ ആൻഡ് സെർച്ച് എനിവെയർ ഇൻ ഗൂഗിൾ, ബിക്കോസ് ഐ ഡോണ്ട് നോ ആൽക്കഹോളിസത്തിനെ പറ്റിയിട്ടോ അഡിക്ഷനെ പറ്റിയിട്ടോ എവിടെയെങ്കിലും എങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവില്ല ആയിരിക്കാം, ബിക്കോസ് ദിസ് ഈസ് മെയ്ഡ് ബൈ മീ, ദിസ് ഈസ് മൈ വേ ഓഫ് ഷെയറിംഗ് ദിസ് നോളേജ് വാസ് ഗിവൺ ടു മീ ബൈ മൈ ഫാദർ. So do not go by those words. Okay, this is just understanding. ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെടുത്തു അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരുകയാണ്. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഡോക്ടറെ എനിക്കറിയാം ഞാൻ കുടിക്കുന്നുണ്ട്, ഇതുപോലെ വല്ല ഒക്കേഷൻസിൽ വല്ല പാർട്ടിയാണോ അല്ലെങ്കിൽ പ്രൊമോഷൻ പാർട്ടിയാണോ കല്യാണത്തിന് പോയി ഒരു പെഗ് 2 പെഗ് ഞാൻ അത്രേ കുടിക്കുന്നുള്ളൂ ഡോക്ടറെ. So that is a very nice case for us because the patient knows what he is doing. The patient is very much in control. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ, അപ്പൊ അങ്ങനത്തെ പേഷ്യന്റ് നമ്മൾ ഒന്നും കൂടെ കോൺഫിഡന്റ്ലി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എടുക്കാം, കാരണം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷനും കൊടുക്കാം, പിന്നെ നമുക്ക് വേണ്ട അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ എന്താ വേണ്ട കൊടുക്കാം, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വേണ്ട കൊടുക്കാം. വി ക്യാൻ ബി കോൺഫിഡന്റ് ആസ് എ പ്രിസ്ക്രൈബർ. ഓക്കെ, അപ്പോൾ ആ പേഷ്യന്റിലാണ് എല്ലാം കൺട്രോൾ ഉള്ളത്. ഇന്റർമീഡിയറ്റ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന അഗൈൻ ഇറ്റ്സ് മൈ ഡെഫിനേഷൻ ഓഫ് സേയിങ്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കും ഡോക്ടറെ, ഞാൻ നല്ലപോലെ കുടിക്കും, എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അങ്ങനെ വീട്ടിലൊന്നും ഇരുന്ന് കുടിക്കാറില്ല, പക്ഷെ ചാൻസ് കിട്ടുമ്പോൾ ഒക്കെ കുടിക്കും. ഫ്രൈഡേസ് ഫ്രണ്ട്സിനെ പോയി കണ്ടാൽ ഞാൻ പോയി കുടിക്കും, അല്ലെങ്കിൽ വല്ല ഇവന്റ്സിനൊക്കെ ഞാൻ പോയി കുടിക്കും. പക്ഷെ കുടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ് ഡോക്ടർ. ഐ നോ ഐ ഡോണ്ട് ഡ്രിങ്ക് ഒക്കേഷണലി, ബട്ട് വെൻ ഐ ഡ്രിങ്ക് ഐ ലൂസ് ഇറ്റ്. അപ്പം ആ ഒരു സ്റ്റേജ് ഇന്റർമീഡിയറ്റ് ആണ്. ഇത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇനീഷ്യൽ സ്റ്റേജ് പേഷ്യൻസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഡീടോക്സ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, ആ പേഷ്യന്റ് നല്ല സ്മൂത്ത്ലി ദ പേഷ്യന്റ് വിൽ കം ഔട്ട് ഓഫ് ദാറ്റ് അഡിക്ഷൻ. ബട്ട് ഇന്റർമീഡിയറ്റ് ക്രേവിംഗ് എന്ന് പറയുന്ന പേഷ്യൻസ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. വൈ? ബിക്കോസ് ദാറ്റ് പേഷ്യന്റ് ക്യാൻ ഷോ വിഡ്രോവൽ സിംറ്റംസ്. And നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം, വിഡ്രോവൽ സിംറ്റംസ് ആർ വെരി വെരി ഡേഞ്ചറസ് ഫോർ ഹോമിയോപാത്സ്. ഇതായിരിക്കാം മിക്കവാറും എൻ്റെ അച്ഛൻ എൻ്റെ പറഞ്ഞ മോളെ നീ കേസ് തുടരുത് ആൽക്കഹോളിസത്തിന്. കാരണം ആൽക്കഹോളിസം മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെയുള്ള പല അസോസിയേറ്റഡ് പ്രോബ്ലംസും ഉണ്ട്. സോ വിഡ്രോവൽ സിംറ്റംസ് ആർ വെരി വെരി ഡേഞ്ചറസ്. വി ആസ് ഹോമിയോപാത്ത് ഷുഡ് ബി പ്രിപ്പയർഡ്. പല കാര്യങ്ങളും വരും അതിൽ. വിഡ്രോവൽ ഫിസിക്കൽ സിംറ്റംസ് വരാം, ഇമോഷണൽ സിംറ്റംസ്, സൈക്കോളജിക്കൽ സിംറ്റംസ് വരാം, ഗ്രേവ് ആയിട്ടുള്ള ഓർഗൻ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിംറ്റംസ് വരാം. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് വാട്ട് കൈൻഡ് ഓഫ് സിനാരിയോ വിൽ കം അപ്പ് in front of you and how are you going to manage that. So this understanding is important. Third is final stage. Final stage എന്ന് ഞാൻ പറയുന്ന വാക്കാണ്. Again, no textbook might give you this. Final stage എന്ന് പറഞ്ഞാൽ കുടിയൻ, മുഴുക്കുടിയൻ എന്ന് പറഞ്ഞാൽ always drinking. വീട്ടിലും ഇരുന്ന് കുടിക്കും, എവിടെയൊക്കെ ചാൻസ് കിട്ടി അപ്പോൾ ഇരുന്ന് കുടിക്കും, ഒരു ലിമിറ്റ് ഇല്ലാണ്ട് കുടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദ പേഷ്യന്റ് നോസ് ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്.
So now again, these stages are direct patients നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത management. How do you manage stage, first stage or the final stage will depend on that. അപ്പോൾ you as a homeopath can decide, okay, final stage patient ആണ്, എനിക്ക് കുറച്ചും കൂടെ റെമഡീസ് റെഡി ആയിരിക്കണം എൻ്റെ കയ്യിൽ. നമ്മളുടെ എന്താ പറയുക, വിഡ്രോവൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുടിച്ചാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്നും കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ ഏത് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഞാൻ ഡീടോക്സിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം, ഇതെല്ലാം നമ്മളുടെ മൈൻഡിൽ ആ കാൽക്കുലേഷൻ റെഡി ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ final stage, which I define it like that. Okay, so the most important thing that you have to understand is what is alcoholism. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ക്യാൻസറോ IBS Crohn's disease PCOD അതിന്റെ ഒക്കെ ഒരു ക്ലിയർ ഡെഫിനേഷൻ ഉണ്ട്. And when the patient is coming to you, you are sure, okay, this is what I am doing and this is how I am doing. പക്ഷെ alcoholism is a biopsychosocial disorder, which means ബയോളജിക്കലി പല പ്രശ്നങ്ങളും കാണും. ലിവറിന് വല്ല പ്രശ്നം ഉണ്ടാവും, മെമ്മറിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും, കാഴ്ചയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വന്നു, ട്രെമേഴ്സ് വന്നു. സോ ബയോളജിക്കൽ ലെവലിൽ നമ്മളുടെ റെമഡീസ് റെഡി ആയിരിക്കണം. ഓക്കെ, സോ ഇഫ് യു പ്രിസ്ക്രൈബിങ് എ റെമഡി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നക്സ് വോമിക്ക ഈസ് മോർ അബൌട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം എഫക്ട് ആയിരിക്കുന്നത്. നമ്മൾ ആൽക്കഹോളിക് ആണ് പക്ഷെ എന്നും ട്രെമേഴ്സ് ആണ്, അല്ലെങ്കിൽ സിജേഴ്സ് ആണ്, എപ്പിലെപ്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം, ഓ അഗാരിക്കസ് ക്യാൻ ബി വൺ പോസിബിൾ റെമഡി. So you should have that set of remedies in your mind saying that, okay, biological problems also my remedy should cover. Biological മാത്രമല്ല psychological. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2 സ്റ്റേജ്. സ്റ്റേജ് 1 നമുക്ക് അത്രയും സൈക്കോളജിക്കൽ ആയിട്ട് പ്രശ്നങ്ങൾ കാണില്ല. സ്റ്റേജ് 2, സ്റ്റേജ് 3 ഈസ് വെരി ഇന്റൻസ്. പല നമുക്ക് മൈൻഡ് ചാപ്റ്ററിന്റെ ഡിലൂഷൻ ചാപ്റ്റർ ഒക്കെ എടുത്തിട്ട് ഇരിക്കേണ്ടി വരും. കാരണം very different level of psychological symptoms will be shown by the patient. So your remedy should cover that. If the patient is indirect patient, your relative of that patient should be ready to face that scenario. You should be able to help that relative withstand that scenario. Karanam psychological symptoms, delusions, hallucinations, psychotic state, wherever psychosis patient in the presentation എങ്ങനെയാണോ അത്രയും വഷളായ ഒരു കേസ് ആയിരിക്കാം ആൽക്കഹോളിസത്തിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. So we as homeopaths should not anywhere get എന്താ പറയുക scared or confused. ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യണോ, അതോ ഞാൻ വല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൈൻഡ് റിലേറ്റഡ് കേസ് ടേക്കിംഗ് മാത്രം ചെയ്താൽ മതിയോ, പല കൺഫ്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ വരും. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ദാറ്റ് ആൽക്കഹോളിസം വിൽ ഷോ സൈക്കോളജിക്കൽ സിംറ്റംസ്, ആൽക്കഹോളിസം വിൽ ഷോ ബയോളജിക്കൽ സിംറ്റംസ്. സോ ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ഹെൽപ്പ് us prepare to tackle the patient. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ കോൾഡ് വന്നു, അപ്പൊ നമ്മൾ പറയാം മോനെ ഐസ്ക്രീം ഒന്നും കഴിക്കരുത് കേട്ടോ, ഹോർമോണൽ പ്രോബ്ലംസ് നിങ്ങൾ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യരുത്, ഞാൻ ഈ ട്രീറ്റ്മെന്റ് തരുന്നു, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺട്രാസെപ്റ്റീവ്സ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് യു പ്രിസ്ക്രൈബ് എ റെമഡി ആൻഡ് യു എക്സ്പ്ലെയിൻ ദ പേഷ്യന്റ് നത്തിങ് ഫ്രം ദ എൻവയറമെന്റ് ഷുഡ് എഫക്ട് യു. കീപ് യുവർ സെൽഫ് സേഫ്. ലൈക്ക് ഐസ്ക്രീം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ പിന്നെ സ്മോക്കിംഗ് ചെയ്യരുത്, ഞാൻ നിങ്ങൾക്ക് അസ്തമയ്ക്കുള്ള മരുന്ന് തരാം, കുറച്ച് ദിവസം അങ്ങനെ എന്തെങ്കിലും പറയാം. നമ്മൾ എൻവയറമെന്റിൽ ആ പേഷ്യന്റിനെ ഒരു സെക്ലൂഡഡ് ആക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇന്നാലേ നമ്മുടെ ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ് വരുള്ളൂ. ഓക്കെ, ബട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് വി സേ എരിവുള്ളതൊന്നും കഴിക്കരുത്, എണ്ണമയം ഒന്നും കഴിക്കരുത്, ഒരു 2 മാസം എന്റെ ട്രീറ്റ്മെന്റ് എടുത്തോളൂ, നിങ്ങളുടെ ഗ്യാസ്ട്രൈറ്റിസ് ശരിയാവും, പ്ലീസ് ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യണം, സ്പൈസ് ഒന്നും ഇടരുത്. So you know how to keep your patient away from the environmental causative factor. But alcoholism is also social disorder. That means പാർട്ടിക്ക് പോയി ഡോക്ടറെ ഫ്രണ്ട്സ് പറഞ്ഞു ഞാൻ കുടിച്ചു. അപ്പം ചിലപ്പോൾ നമ്മുടെ പേഷ്യന്റ് സ്റ്റേജ് 1 പേഷ്യന്റ് ആയിരിക്കാം, വെൽ പ്രോപ്പർലി കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് അനുസരിക്കുന്നതോ അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മളുടെ അടുത്ത് വന്നതായിരിക്കാം. ബട്ട് ഫ്രണ്ട്സിന്റെ വാക്ക് കേൾക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ദ പേഷ്യന്റ് വിൽ ഡെഫിനറ്റ്ലി അഗൈൻ ഗെറ്റ് ബാക്ക് ഇൻ ടു ഹിസ് റൂട്ടീൻ ഓഫ് ഡ്രിങ്കിങ്. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ഒരു കേസ് പറയാം. സൊറിയാസിസ് ആയിരുന്നു, ആൽക്കഹോളിക് ആയിരുന്നു, സൊറിയാസിസ് ആയിരുന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ സൊറിയാസിസ് മാറണം, ആൽക്കഹോളിക്കും അഡിക്ഷൻ മാറ്റണം, സ്റ്റേജ് 1 തന്നെയായിരുന്നു പേഷ്യന്റ് വന്നത്. മീൻസ് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് അറിയാം അയാൾ ഇത്ര കുടിക്കേണ്ട കൺട്രോളിലാണ്, പാർട്ടിയാണോ പ്രൊമോഷൻ പാർട്ടി എന്ത് ഇവന്റ് ആണെങ്കിലും ഐ നോ ഹൗ മച്ച് ഐ എം ഡ്രിങ്കിങ്, ഐ നോ ഹൗ മച്ച് ഐ ഷുഡ് നോട്ട് ഡ്രിങ്ക്, അത്രയും കൺട്രോൾ അയാൾ പറഞ്ഞു. ബട്ട് ഡോക്ടർ ഐ നോ ഐ എം ഓൾമോസ്റ്റ് 45, ഐ നോ മൈ സൊറിയാസിസ് പ്രോബ്ലം ഇസ് ബിക്കോസ് ഓഫ് ആൽക്കഹോൾ, so I just don't want to drink, so please help me with the medications. ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഓപ്പിയം ആണ്. ഓപ്പിയം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നു. ഇയാളുടെ
അസുഖത്തിന് ഒരു സ്കിന്നിലെ ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്, ബെറ്റർ നോട്ട് ബെറ്റർ, ഗെറ്റിംഗ് വേഴ്സ്. ബട്ട് അപ്പൊ ഞാൻ പൊട്ടൻസി അപ്പ് ആൻഡ് ഡൗൺ റിപ്പീറ്റേഷൻസ്, ഐ എം ഡൂയിങ് ഓൾ പോസിബിൾ മാനിപ്പുലേഷൻസ്. സോ ദിസ് ഗായ് ഗോസ് ഫോർ എ ഹോളിഡേ. അപ്പൊ ഞാൻ അവിടെ ഹോളിഡേയിൽ പോയി തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നടന്ന കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ നല്ല വെയിലായിരുന്നു, സോൾട്ട് വാട്ടർ ബീച്ചിലായിരുന്നു, അതായത് ഫിഷസ്, ഫ്രഷ് വാട്ടർ ഫിഷസ്, വാട്ട് എവർ, ഓൾ ദോസ് മറീൻ അനിമൽസ്, നല്ലൊരു എക്സോട്ടിക് ലൊക്കേഷനിലായിരുന്നു പോയത്, ഒക്ടോബസ് ഒക്കെ കഴിച്ചു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. So I again tried, some detox medicines and all. This patient was not better. Apply എനിക്കിത് ഓർമ്മ വന്നത്, we talk about biological, psychological, social. So then I try to understand what is this social environment, what is this environment around him. അപ്പോൾ അത് എൻ്റെ ഒരു ലിങ്ക് മിസ്സായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു വന്നപ്പോൾ, അരെ ഡോക്ടർ, how can I enjoy the hot sun and the beach without a bottle of vodka? So that statement was enough for me. That means this personality gets influenced by the outside environment. അപ്പൊ നമ്മളുടെ റുബ്രിക്സിൽ നോക്കിയാൽ ക്യാരിഡ്, ഡിസൈർസ് ടു ബി ക്യാരിഡ്, അല്ലെങ്കിൽ പിന്നെ ക്രെഡുലസ്, നാട്ടുകാരന്റെ വാക്ക് കേൾക്കുന്ന ആൾക്കാർ. അപ്പൊ എങ്ങനത്തെ പേഴ്സണാലിറ്റീസ് നമ്മളുടെ അടുത്ത് വന്നാൽ നമ്മൾ എത്ര നല്ല മരുന്ന് കൊടുത്താലും അവരുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ ഡി അഡിക്ഷൻ പ്രോഗ്രാമിലേക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് we are forgetting that this person is easily getting affected by the surrounding. ഒരു ബോയ്ഫ്രണ്ട് എന്നെ റിജക്ട് ചെയ്തു, അപ്പൊ ഞാൻ കുടിക്കാൻ പോയി. അത് ഇവിടുത്തെ ടീനേജേഴ്സിന്റെ സ്റ്റോറിയാണ്. We were getting along very well, but he said he's not coming out with me for a movie. I felt so sad. I went ahead and I went for drinking. Like, what nonsense. അപ്പൊ അവർക്ക് എൻവയറമെന്റ് മാറ്റേഴ്സ് a lot. Okay. അപ്പൊ ക്രേവിങ്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബയോളജിക്കൽ പറഞ്ഞ ചില റെമഡീസ് ഉണ്ട് നമ്മളുടെ, ഇറ്റ്സ് ജസ്റ്റ് ഇന്റൻസ് ക്രേവിംഗ് ടു ഡ്രിങ്ക്. അവർക്ക് കാരണം വേണ്ട, അവരുടെ ബയോളജി is asking for alcohol. So desires and cravings for alcohol, the rubrics നോക്കിയാൽ the biology is asking for alcohol. But here, what is my patient doing? Society, the environment around is asking you to drink and you are drinking. അപ്പോ ഈ പേഷ്യന്റ് ഞാൻ പറഞ്ഞില്ലേ, ബീച്ചിൽ പോയി വോഡ്ക കുടിച്ചു, സൊറിയാസിസ്, ഹൈപ്പർ. സോ ഓപ്പിയം കൊടുത്തോണ്ടിരുന്ന ആൾക്ക് ഞാൻ ബെലഡോണ കൊടുത്തു. Because he gets so easily carried away. He's a rubric, credulous എന്നുള്ള rubric അപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ മനസ്സിലായി, okay, this person might be opium, but he easily gets influenced by the society. അപ്പൊ പകുതി മുക്കാലും നമ്മളുടെ ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ ഫ്ലോപ്പ് ആക്കുന്നത് ഇവരുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്, how they are attached in their social environment. Okay. So this understanding is very, very important, and this is not a small understanding, because ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ യൂട്രസ് റിലേറ്റഡ് മാത്രമുള്ള അസുഖമാണ്, ലങ്സ് മാത്രം ബാധിച്ചുള്ള അസുഖമാണ്. ക്യാൻസറും പോലെ you can be specific. Okay, this is a uterine cancer, I have to be specific with the uterus. But this is not like that. 3 factors: biological, psychological and social. And when you're taking your case, you should be taking all this important factors. ഫോളോ അപ്പിന് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഈ 3 സെക്ടറും കംപ്ലീറ്റ്ലി ചോദിച്ചിരിക്കണം, എന്നാലേ നമ്മളുടെ മെഡിക്കേഷൻസ്, റെപ്പിറ്റേഷൻസും ഡോസേജ് ഒക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓൾ അബൌട്ട് ആൽക്കഹോളിസം ഇസ്. സോ നൗ ഫൈനൽ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ആം ഐ മാനേജിങ്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ലേ? ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജ് 1 പേഷ്യൻസ് യൂഷ്വലി അവർ അറിഞ്ഞുകൊണ്ട് വരുന്നു, വില്ലിംഗ്നെസ് ഉണ്ട്, നമുക്ക് കോപ്പറേറ്റ് ചെയ്യുന്നു, വി ക്യാൻ മാനേജ് ദാറ്റ് ഈസിലി. സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 ഈസ് നോട്ട് ഈസി അറ്റ് ഓൾ. ഞാൻ പറഞ്ഞു, വിഡ്രോവൽ സിംറ്റംസ് ആർ വെരി ഡേഞ്ചറസ്. വിഡ്രോവൽ സിംറ്റംസിൽ 2 പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ തളരും, അത് കണ്ടിട്ട് നമ്മൾ തളരും, എങ്ങനെ ഏത് രീതി ഞാൻ മാനേജ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ പിന്നെ അവരുടെ റിലേറ്റീവ് തളരും. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജിലാണ് പേഷ്യന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ, ദേ ആർ സോ ഫെഡ് അപ്പ് വിത്ത് ട്രീറ്റ്മെന്റ് and they are also getting stimulants outside. It could be environmental reason, it could be biological. They feel like drinking, they go ahead and drink, but they want to stop the withdrawal symptoms. They are also getting frustrated. അപ്പോൾ very, very important ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണത്. ഈ സ്റ്റേജിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. ഇതിലാണ്, ദിസ് ഇസ് വെർ കൗൺസിലിംഗ് മാറ്റേഴ്സ് എ ലോട്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന്, ഇതൊക്കെ ഞാൻ എന്റെ മിസ്റ്റേക്സ് ചെയ്ത, പിന്നെയും റെപ്പർട്ടറി ഒക്കെ എടുത്തിട്ട് മറ്റീരിയ മെഡിക്കൊക്കെ എടുത്ത് ഈ മരുന്ന് കൊടുക്കണോ, ആ മരുന്ന് കൊടുക്കണോ, വേണ്ട. കൊടുത്ത മരുന്ന് ട്രസ്റ്റ് യുവർ പ്രിസ്ക്രിപ്ഷൻ, sit down with the patient and help him understand what is happening. Counseling plays a very, very important role in alcoholism. കൗൺസിലിംഗ് നമ്മൾ പേഷ്യന്റിനെ മാത്രം കൊടുത്താൽ പോരാ, പേഷ്യന്റ് റിലേറ്റീവ്സിനും പറഞ്ഞ് മനസ്സിലാക്കണം, ഈ ഫേസ് എന്തൊരു ഫേസ് ആണ്, ഈ ഫേസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഫൈനൽ സ്റ്റേജ്, ഇഫ് ഇറ്റ്സ് എ ഇൻഡയറക്ട് പേഷ്യന്റ്, ഫൈനൽ സ്റ്റേജ് ആണെന്ന് വെച്ചാൽ ആ മരുന്ന് നമുക്ക് വന്ന് ഡീറ്റെയിൽസ് തരുന്ന റിലേറ്റീവിനെ നല്ലപോലെ അധികം കൗൺസിലിംഗ് കൊടുക്കണം. ബിക്കോസ് യു ഹാവ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ സ്ട്രോങ്. You have to make that person capable enough to handle the main patient. So patient might either get over everything,
ഞാൻ ഇത് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ, ഐ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം. വെരി വെൽ ആൻഡ് ഗുഡ് ഫോർ us. ചില പേഷ്യൻസ് ദേ ഗീവ് ഇൻ. ഈ സ്റ്റേജിൽ വന്നിട്ട് ചിലപ്പോൾ നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ശരിയായി കുറെ കാലമായി കുടിച്ചില്ല 2 മാസം 3 മാസം ഒക്കെ ആയി കുടിച്ചില്ല എന്ന് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞ പോലെ ചില പേഷ്യൻസ് ഒക്കെ 1.5 വർഷമൊക്കെ പിടിക്കും ഒരു അഡിക്ഷൻ ഒക്കെ മാറിയെടുക്കാൻ. അതിൽ പല പല സിംറ്റംസ് ഉണ്ടാവും. ഒരു പേഷ്യന്റ് ഇതുപോലെ എല്ലാം ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഉറക്കമില്ല. ദാറ്റ് ഈസ് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ പല പല റെമഡീസും കൊടുക്കും. ബട്ട് most important thing is you have to make him understand that at least for 1 to 1.5 years or 2 years, your sleep will be disturbed. It's a part of the withdrawal symptom. It's the whole toxic effects of alcohol is going out of your body, so you don't have to worry about alcohol. അപ്പോൾ ഈ പേഷ്യന്റ് വന്ന് പറയണോ, ഡോക്ടറെ നിങ്ങൾ ഇത്രയും മരുന്ന് തന്നിട്ട് ശരിയാവണില്ല, ഉറക്കം ശരിയാവണില്ല, ഞാൻ ഒരു പെഗ് കുടിച്ചാൽ സുഖമായി കിടന്നു തുടങ്ങിയപ്പോൾ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് അഗെയിൻ, ദ പേഷ്യന്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ആൽക്കഹോൾ. So if you know how to handle that state of the patient, if you are strong, if you know, you will be strong. If you are strong, you can manage the patient by telling him, no, hold on, don't give up. Don't give up. Don't give in to the problem that you're having right now. We can manage. So this understanding is very important. അപ്പോൾ ഇതൊരു ബേസിക് പ്രോട്ടോകോൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കേസ് ടേക്കിംഗ്. ഏതൊരു കേസ് ആയിരുന്നാലും ശരി, നമ്മൾ ഡയറക്ട് പേഷ്യന്റ് ഇൻഡയറക്ട് പേഷ്യന്റ്, കേസ് ടേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ഹോമിയോപ്പത്തിക് വേ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് മെയിൻലി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മളുടെ. ബട്ട് whatever prescription you want to do, it's up to you, that you can decide, but you have to take the case properly. Case taking le nammal main aayittu focus cheyidirikana cause endana, because nammalde material medical there are so many remedies, and if your case taking has got this points, definitely you will get into the right remedy. Cause endana, ipo chelayavar kudikunathu vedana, ലിറ്ററലി കാല് വേദന സഹിക്കുക. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡയബറ്റീസിന്റെ വേദന സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ജോയിന്റ് ആർത്രൈറ്റിസ് ഇവിടെ ഉണ്ട്. ദിസ് ഇസ് എ ട്രെൻഡ് ഹിയർ, ഐ ഷുഡ് സേ. പ്രായമുള്ളവർക്ക് ആർത്രൈറ്റിക് പെയിൻ സഹിക്കാൻ പറ്റില്ല, കുറച്ച് കുടിച്ചാൽ സുഖമായിട്ട് വേദന ഒന്നും ഇല്ലാണ്ട് ഉറങ്ങാം. വാട്ട് ഇസ് ദാറ്റ് എ റീസൺ? അതുപോലെ ഇമോഷണൽ പെയിൻ, ഭർത്താവ് അത് പറഞ്ഞു, ഭാര്യ ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കാലത്ത് ദിസ് ഇസ് ദ ന്യൂ ട്രെൻഡ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്നും അത്ര കുടിക്കില്ല, ഇന്ന് മിക്കവാറും എല്ലാവരുടെയും പെണ്ണുങ്ങൾ കുടിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് വൈഫ് ഒന്നിച്ച് ഇരുന്നിട്ട് ഒരു വീട്ടിൽ കുടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് എ ട്രെൻഡ് ഹിയർ. ഫ്രൈഡേ, വാട്ട് ഈസ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡൂയിങ്? Children, teenagers have gone out for a clubbing and partying, and husband wife is drinking together. This is a trend. Appo imagine how many alcoholic patients we are going to get in near future. Appo ചെറിയ വാക്കും തർക്കും ബഹളം, ഓഫീസിൽ ഫ്രസ്ട്രേഷൻ ആയിരുന്നു, ഇന്ന് ഞാൻ കുടിക്കാൻ പോകണം, അല്ലെങ്കിൽ ഭർത്താവ് അത് പറഞ്ഞു ഞാൻ ഇന്ന് കുടിക്കണം. ചെറിയ കാരണം. സോ പെയിൻ, ഇറ്റ് ക്യാൻ ബി എനി പെയിൻ. ഫൈനാൻഷ്യൽ ലോസ്, പെയിൻ, ഡ്രിങ്ക്. ഇമോഷണൽ പെയിൻ, ഡ്രിങ്ക്. Loss, അതുപോലെ loss again will cover. Again, we have to understand this causative factor, because causative factors are going to decide on what remedy you're going to take. Financial loss കാരണമുള്ള മരുന്നുകൾ വേറെയാണ് നമ്മളുടെ ഉള്ളത്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, പാർട്ട്ണർ മരിച്ചു, അതിന്റെ റെമഡീസ് ആർ ഡിഫറെന്റ്. സോ causative factor is very important in case taking. Next very important question that you should not miss during case taking is you have to understand the effect. എഫക്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മയോട് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവിന്റെ അടുത്ത് ചോദിച്ചിരിക്കണം, വാട്ട് ഈസ് ഹി ഡൂയിങ് വെൻ ഹി ഈസ് കംപ്ലീറ്റ്ലി ഡ്രങ്ക്? ദിസ് ഈസ് വെയർ അവർ ലോ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ പ്ലേസ് എ വെരി ഡ്രാസ്റ്റിക് റോൾ. ചില ആൾക്കാര് കുടിച്ച ശേഷം ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇവിടെ കാണുന്ന മിക്കവാറും ടീനേജേഴ്സിന് ആ ഒരു പ്രാന്തുണ്ട്. കുടിക്കുക, കരിയ. എന്തിനാ കരിയ. റെമഡി ചേഞ്ചസ്. നല്ലപോലെ കുടിക്കുക, എന്നിട്ട് ബോധമില്ലാണ്ട് കിടക്കുക. ഒന്നിങ്ങിലേ കടന്നു എന്ന് പറയാ, അല്ലെങ്കിൽ കടന്നു ഉറങ്ങി എന്ന് പറയാ, വാട്ട് എവർ. സോ അഗൈൻ ദ റെമഡി ചേഞ്ചസ്. കുടിച്ചിട്ട് ലക്കില്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, വായ വിട്ട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്ന? ലൊക്കേസിറ്റി, ടൂ മച്ച് ഓഫ് ലൊക്കേസിറ്റി ആഫ്റ്റർ ഡ്രിങ്കിങ്. വാട്ട് ആർ യു ടോക്കിംഗ്? യു ഓൾസോ ഡോണ്ട് നോ, ഐ ഓൾസോ ഡോണ്ട് നോ, ബട്ട് ഹി ഈസ് ടോക്കിംഗ് കണ്ടിന്യൂസ്ലി. Some patients absolutely in a drunk state for no reason. My husband starts throwing things and he starts hitting me, kicking the children. No reason, doctor. There was no verbal fight, no physical fight in this house. He was drinking. He came out all drunk and he started being abusive in the family. So this is very important because nammalde remedies change avadanusarichittu. Nammalde njan parnille Materia Medica huge list of remedies for alcoholism. So what you prescribe is based on how you take your case. So case taking is very important. അതുപോലെ കുടിച്ച കഴിഞ്ഞ ശേഷം പേഷ്യന്റിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഒരു ഹാങ് ഓവറിന്റെ ഫേസ് കഴിഞ്ഞാൽ
രാവിലെ എണീച്ചാൽ പേഷ്യന്റിന്റെ ബോധാവസ്ഥയിൽ എന്താണ്, ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കേസ് ടേക്കിംഗ്. ബിക്കോസ് വി ഹാവ് സം റെമഡീസ്. ഇഗ്നേഷ്യ പേഷ്യൻസ്, ഭർത്താവ് വഴക്ക് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, പേഷ്യന്റ് ആയിരുന്നു, വെരി വെരി മോറലിസ്റ്റിക്, നമ്മൾ പറയില്ലേ വെരി സെൻസിറ്റീവ് ടു മോറൽ ഇംപ്രഷൻസ്, ടിപ്പിക്കൽ ഇഗ്നേഷ്യ ലേഡി, വീട് കുടുംബം കാര്യങ്ങൾ മാത്രമുള്ള പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. ജസ്റ്റ് 40-year-old ഇന്ത്യൻ ലേഡി ഇൻ ദിസ് കൺട്രി. ബട്ട് ട്രെൻഡാണ്, കുടിക്കുന്നു. അവരുടെ പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആരും കുടിച്ചിട്ടില്ല, പെണ്ണുങ്ങൾ കുടിക്കുന്നത് അവളുടെ അച്ഛനമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ അവള് കുടിക്കും. അത്രയും ഒരു മോറലിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. കുടിച്ച ശേഷം പിറ്റേ ദിവസം എനിക്ക് ഫോൺ ചെയ്തിട്ട് ഭയങ്കര കുറ്റബോധം, ടൂ മച്ച് ഓഫ് കുറ്റബോധം. സോ ടൂ മച്ച് ഓഫ് റിഗ്രറ്റ് ആഫ്റ്റർ ഡ്രിങ്കിങ്. ദാറ്റ് ഈസ് സ്ട്രേറ്റ് അവേ ഇഗ്നേഷ്യ. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് മച്ച് അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് റെമഡീസ് മനസ്സിലാക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ഹൗ യു ടേക്ക് ദ കേസ്. ചില പേഷ്യൻസ് ഷെയിംലെസ്, they will again go and drink the next day. ചില പേഷ്യൻസ് കോക്കുലസ് കൊനായം, they will ask for forgiveness. അയ്യോ മോളെ, ഞാൻ എന്നെ ചീത്ത പറഞ്ഞല്ലേ, ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞല്ലേ മോളെ, അയ്യോ മോളെ അച്ഛൻ കുടിച്ചിട്ടായിരുന്നു, I was bit drunk, sorry about that. That is asking for repentance. So repentance ചോദിക്കുന്ന റെമഡീസ് നമ്മൾ നോക്കിയാൽ കോക്കുലസ് കൊനായം, you have list of remedies in that also. Crocus sativus, പിന്നാലെ നടക്കും, ഭാര്യയുടെ പിന്നാലെ നടക്കും, ക്ഷമിക്കുക നീ എന്നെ, ഞാൻ ഇനി കുടിക്കില്ല, നീ ക്ഷമിക്കുക എന്നെ, just please forgive me for. So crocus, you just don't have to even think about the whole material medical. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാൻ പറ്റും if you have this systematic pattern of asking questions. What causes you to drink? Why did you drink? ചില പേഷ്യൻസ് പറയും, കുച്ച് നെയ് പാർട്ടി താ നാ ഇസിലിയെ പീലിയ, ഫ്രണ്ട്സ് പറഞ്ഞു അതുകൊണ്ട് ഞാനും കുടിച്ചു. So straight away you can consider those people who get influenced by the environment. Appo what is the positive factor? What happens when he is drunk? How he behaves when he is drunk? And what happens when you are done with everything the next day, hangover? Okay. And now the management, idu enike thonunu idil angana valiya pratyekada. Just a minute, did I miss anything? അപ്പോൾ ദിസ് ഈസ് കോമൺ. ഇത് നമ്മളെ മിക്കവാറും എല്ലാ ഹോമിയോപാത്സിന് അറിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ്. ഞാൻ എൻ്റെ രീതി, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ഡെഫിനറ്റ്ലി ഐ സീ ടു ഇറ്റ് ദാറ്റ് ഐ ഗെറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദിസ് പേഷ്യൻറ്റ് വാട്ട് എവർ വേസ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ. സെക്കൻഡ്, ഡീടോക്സ്. ഞാൻ പറഞ്ഞില്ല, സ്റ്റേജ് 1 വരുന്ന പേഷ്യൻസ് നമുക്ക് ഡീടോക്സിന് ആവശ്യമില്ല. നമ്മളുടെ ബെസ്റ്റ് സെലക്ടഡ് സിമിലിമം വിൽ ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ടു കം ഔട്ട് ഓഫ് ദ ആൽക്കഹോളിക് സ്റ്റേജ്. പക്ഷേ സ്റ്റേജ് 2 ആണ്, ഡോക്ടറെ ഞാൻ കുടിക്കാറുണ്ട്, നല്ലപോലെ കുടിക്കാറുണ്ട്, പക്ഷെ എനിക്ക് മാറണം, അല്ലെങ്കിൽ കുടിച്ച് തളർന്ന് ക്ഷീണിച്ച് കിടക്കണ, വയ്യ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ തരണം, അങ്ങനത്തെ ഒരു സ്റ്റേജ് പേഷ്യൻസ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ കൊടുക്കണം. ഓക്കെ. അപ്പോൾ വാട്ട് എവർ there are different protocols used. Nux vomica 10 ml ഒരു 3 weeks or 4 weeks റിപ്പീറ്റ് ചെയ്യുന്നത് is one of the best ways, especially for distant patients. You don't know much about this patient. You also know this patient is completely under the influence of alcohol. അപ്പോൾ നമുക്ക് നക്സ് വോമിക്ക കൊടുക്കാറുണ്ട്. That is one of the well known. അതൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഓക്കെ. സോ ഐ എം നോട്ട് എംഫസൈസിങ് ടു മച്ച് ഓൺ ദാറ്റ്. അതുപോലെ സെക്കൻഡ് ഈസ് കൗൺസിലിംഗ്. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് പേഷ്യൻസ്, you have to walk with the patient towards a journey of ഡി-അഡിക്ഷൻ. അപ്പോൾ വാക്ക് വിത്ത് ദ പേഷ്യന്റ് പറഞ്ഞ പേഷ്യന്റിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ ആൽക്കഹോളിക് പേഷ്യൻസ് കൂടെ കുറച്ചു നേരം കൂടെ ഇരിക്കും കേബിനിൽ, ഒന്ന് അത് സംസാരിക്കാനും ഒന്നും കൂടെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ, പോസിറ്റീവ് എൻലൈറ്റ്മെന്റ് കൊടുക്കാനൊക്കെ. സോ യു ഹാവ് ടു ടേക്ക് ദാറ്റ് എക്സ്ട്രാ ടൈം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ അതർ പേഷ്യൻസ്, ചുമയോ പനിയുടെ പേഷ്യൻസ് നമുക്ക് അത്രയും നേരം കൊടുക്കണം ആവശ്യമില്ല. പക്ഷേ even when they are coming for follow-up counseling, കുറച്ചൊക്കെ കൗൺസിലിംഗ് നമ്മൾ കോൺസ്റ്റന്റ്ലി കൊടുത്തിരിക്കണം to the patient and to the family member. More than the patient, family member is getting more affected because of this alcoholic son. കുടിച്ചോണ്ടിരിക്കുന്ന പ്രായമായ മകൻ ജോലിയൊന്നും ഇല്ലാണ്ട് കുടിച്ചോണ്ടിരിക്കുന്നു. That's too much of pain for the parents. So it is your responsibility to manage the patient's parents also, because you have the patient, and then that will give you success. Okay. So that is very important. റീഹാബിലിറ്റേഷൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ റീഹാബിലിറ്റേഷൻ എന്ന് കേൾക്കാം, പക്ഷെ റീഹാബിലിറ്റേഷൻ നമ്മൾ കേൾക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ. ബട്ട് ഹോമിയോപ്പത്തി കൺസൾട്ടേഷനിൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഒന്നും വേണ്ട. നമ്മൾ പേഷ്യന്റ് എന്താണ്, പേഷ്യന്റിന്റെ ചുറ്റുപാടും എന്താണ് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ശരിയല്ലാത്ത കൂട്ടുകെട്ടാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആസ്ക് ദ പേഷ്യൻസ്, റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട് സർക്കിളിന് കുറച്ച് ദിവസം മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ട്, ലീവല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങാം, പക്ഷേ മോനെ എന്നാ നാട്ടിൽ അമ്മാമ്മന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുക,
അവിടുത്തെ കാലാവസ്ഥ ഒന്നും കൂടി നല്ലതാണ്. അപ്പൊ ഞാൻ വിചാരിക്കും അച്ഛൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? പിന്നെ മനസ്സിലായത് ദിസ് ഇസ് റീഹാബിലിറ്റേഷൻ. സോ ജസ്റ്റ് ടേക്ക് ദാറ്റ് പേഷ്യന്റ് ഫ്രം ദാറ്റ് എൻവയറമെന്റ്. അപ്പം അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവാണെന്നുണ്ടെങ്കിൽ അറിയാം പാറ്റേൺ, എല്ലാം വെള്ളിയാഴ്ച എന്റെ ഭർത്താവ് കുടിക്കും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഭാര്യ അടുത്ത് ഇത് പറഞ്ഞ് റെഡിയാക്കി വെക്കാം. വി ഹാവ് ടു ഡു ദ റീഹാബിലിറ്റേഷൻ പ്രോസസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ടേക്കിംഗ് ദ പേഷ്യന്റ് ഫ്രം ദ എൻവയറമെന്റ്. അപ്പൊ ഭർത്താവ് വെള്ളിയാഴ്ച ഈവനിങ്ങിന് കുടിക്കുന്ന ശീലം അറിഞ്ഞ അവസ്ഥയ്ക്ക് വെള്ളിയാഴ്ച ഈവനിങ്ങിന് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യാം. ഭാര്യ അടുത്ത് പറയാം, അവിടെ എന്റെ ചേച്ചിയുടെ മോള് പ്രസവിച്ചിരിക്കുന്നു, ഒന്ന് നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അപ്പൊ വേണ്ട സൺഡേ പോവാം. അയ്യോ സൺഡേ വേണ്ട, നമുക്ക് ഇന്ന് ഫ്രൈഡേ തന്നെ പോവാം. വൈ ഫ്രൈഡേ? സോ ദാറ്റ് യുവർ ഹസ്ബൻഡ് ഇസ് നോട്ട് എക്സ്പോസ് ടു ദാറ്റ് എൻവയറമെന്റ് വെയറിൻ ഹി മൈറ്റ് ഗോ ആൻഡ് ഡ്രിങ്ക്. അതുപോലെ മോൾക്ക് പരീക്ഷയാണ്, ഒന്ന് മാത്സിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂ, ഇന്ന് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. സോ ഇഫ് യു നോ ദാറ്റ് യുവർ ഹസ്ബൻഡ് ഓർ യുവർ ബ്രദർ യുവർ സിസ്റ്റർ ഇസ് ഗോയിങ് ടു ബി എക്സ്പോസ് ടു ദാറ്റ് എൻവയറമെന്റ്, യു ഷുഡ് explain this rehabilitation process to the relative so that relative will take all the efforts, because this is important. നമ്മളിപ്പോ പറയുന്നില്ലേ കറക്റ്റ് റെമഡി ആയിരിക്കണം, പ്രിസ്ക്രിപ്ഷൻ അല്ല റിപ്പിറ്റേഷൻ ശരിയായിരിക്കണം, പൊട്ടൻസി ശരിയായിരിക്കണം. അതേപോലെ ഈ സ്റ്റെപ്സ് കൗൺസിലിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഷുഡ് ബി മാൻഡേറ്ററി ഇൻ അവർ പ്രോട്ടോകോൾ. നമ്മളുടെ മൈൻഡിൽ ഇത് റെഡിയാക്കി, നമ്മളിപ്പോ കറക്റ്റ് റെമഡി കൊടുത്തു, കറക്റ്റ് പൊട്ടൻസി കൊടുത്തു, ഞാൻ ഈ പേഷ്യന്റ് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന പോലെ റീഹാബിലിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പേഷ്യൻസിന്. Very, very important. Otherwise, there is no point. You're giving the best similimum. You have done the best detoxification. You have done the best counseling. Innalum പാർട്ടിക്ക് പോയി, കല്യാണത്തിന് പോയി. അല്ല അതുപോലെ കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പ്ലീസ് യു ആർ നോട്ട് ഗോയിങ് ടു ഡ്രിങ്ക്. പ്ലീസ് ഐ വിൽ നോട്ട് കം ഫോർ ദ മാരേജ് ഇഫ് യു ആർ നോട്ട് ഗോയിങ്, ഇഫ് യു ആർ ഗോയിങ് ടു ഡ്രിങ്ക്. അതെന്തായാലും ഒരു വാക്ക് ഭാര്യമാർ സ്മോൾ വേസ് യു നോ ടു കീപ് യുവർ ഹസ്ബൻഡ് അവേ, സോ ദാറ്റ് ദ വൈഫ് ദ മദർ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതുപോലെ വീട്ടിലെ എന്റെ ഭർത്താവും മോനും കൂടെ ഒന്നിച്ചിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. ഡോക്ടർ എന്താ ചെയ്യുക? അവർക്ക് ഒരു ഞായറാഴ്ച കിട്ടിയോ അവർ രണ്ടുപേരും ഇരിക്കും. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ അവരുടെ കൂട്ടുകാരും കയറി വരും. എന്താ ചെയ്യുക? അപ്പൊ ചെയ്യാൻ ഒന്നുമില്ല. അഫ്കോഴ്സ് മെഡിസിൻ ഇസ് ഗോയിങ്, കൗൺസിലിംഗ് ഇസ് ഗോയിങ്. സൺഡേ ദിവസം ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ സൺഡേ ദിവസം അമ്പലങ്ങളിൽ പോവാം. പ്ലാൻ സംതിങ്, ഡു സംതിങ് സോ ദാറ്റ് യു ആർ റീഹാബിലിറ്റേറ്റിംഗ് ദാറ്റ് പേഷ്യന്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഇവന്റ് വേർ ഹി മൈറ്റ് ഗെറ്റ് എക്സ്പോസ്ഡ് to alcohol. Okay, so this is very, very important part. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ദിസ് ആർ ദ ബേസിക് തിങ്സ്, യു നോ. ഇത് ചിലപ്പോ നമ്മൾ പറയില്ലേ, ഓ ഐ ആം എ ഗുഡ് ഡോക്ടർ, ഹോമിയോപാത്ത്, ഐ ഹാവ് ഗുഡ് നോളേജ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക, ഐ ക്യാൻ മാനേജ് ആൽക്കഹോളിക് പേഷ്യൻസ്. യെസ്, യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് സ്റ്റിൽ മെനി ഓഫ് us ആർ നോട്ട് സക്സസ്ഫുൾ ഇൻ മാനേജിങ് ആൽക്കഹോളിക് പേഷ്യന്റ്, ബിക്കോസ് ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു വന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിനെയും കൂടെ നമ്മൾ നല്ലപോലെ എംഫസൈസ് ചെയ്താൽ then we should use the knowledge of materia medica. Okay, then we should apply our knowledge, then we'll be definitely successful. Appo I am running through this. Idipo enikku athrayum explain cheyana avashyamilla, idokke nammal ariyana karyana. Nux vomica, you all know how nux vomica is very good for alcoholism. Sulfuric acid, idu njan parnille oru craving aanu, especially vomiting undavum, hiccups undavum, nausea, vomiting de kude shivering undavum. So this is sulfuric acid you can give if this is the indications. Now this is another remedy, the specific pole you can always give this mainly patient parayna constipation and കുടിച്ച ഒരു 3-4 ദിവസം, especially if you ask the details immediately after drinking. ഞാൻ പറഞ്ഞില്ലേ what happens after you are drunk. So after you are drunk, it is not just that phase when you are drunk with 1 hour 2 hour എപ്പിസോഡ് അല്ല, 1-2 ദിവസം കഴിഞ്ഞിട്ട് ബോഡിയിൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് വെൻ കോൺസ്റ്റിപ്പേഷൻ കംസ് അപ്പ്. കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഗൗട്ടി സിംറ്റംസ്. അപ്പൊ ഈ മരുന്ന് നല്ലതാണ്. അഗെയിൻ ഓപ്പിയം, ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, സോ ഞാൻ പെട്ടെന്ന് ഓടാവുന്നു. ഓപ്പിയം, വി ഓൾ നോ ഹൗ ഓപ്പിയം കുടിച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ പേഷ്യന്റ് ഓപ്പിയം മതിയാവുന്നു. ബിക്കോസ് fully drowsy ആയിട്ട് cold extremities ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ, you know, after drunk, this is the state. Hyoscyamus is a very good remedy, especially withdrawal stage-ൽ നമുക്ക് hyoscyamus യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിച്ചും പേയും പറയാൻ കുടിച്ചിട്ട് എന്തൊക്കെയോ പ്രാന്ത് പോലെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, delirious സ്റ്റേറ്റിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. So even the hyoscyamus can be used if that is the way patient behaves after drinking. Now കോഫിയ ഇന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ ഞാൻ കുറെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് രാത്രി മുഴുക്ക ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഉറക്കമില്ല, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ഞാൻ 2 പെഗ് അടിച്ചാൽ എനിക്ക് നല്ല ഒരു എനർജി കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയി കുടിക്കും. എന്നിട്ട് അതുപോലെ ഇരുന്ന് പഠിക്കുകയും ചെയ്യും. ഓക്കെ, പഠിച്ചത് ഇത്ര ബെനിഫിറ്റ് ആവുന്നു, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്, ബട്ട് ദേ വിൽ feel that, oh wow, I'm feeling very energetic. Okay, so if you feel drunk, ഞാൻ പറഞ്ഞില്ലേ what happens when you are drunk.
അപ്പൊ കുടിച്ചിട്ട് ലക്കില്ലാണ്ട് കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ബോധമില്ലാണ്ട് കോൾഡ് എക്സ്ട്രീമിറ്റീസ്, ഐ സെഡ് ഓപ്പിയം. See, I'm running through this. You have to read Materia Medica to understand more of the symptoms. I'm just briskly telling 1 or 2 lines of every remedy. അപ്പൊ അത് ഓപ്പിയം കോഫിയ ഭയങ്കര എനർജിയോട് സ്റ്റുഡൻസ് ഒക്കെ ഇരുന്ന് പഠിക്കും. ഓഫീസിലും തന്നെ ചില പ്രൊജക്ട്സ് അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും. നാളെ മീറ്റിംഗ് ആണ്, എനിക്ക് ഇരുന്ന് ജോലി ചെയ്യണം, എന്റെ പ്രസന്റേഷൻ റെഡിയാക്കണം, എനിക്ക് നാളെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഉഷാറായിട്ട് ഞാൻ ഇരുന്നോളാം ജോലി ചെയ്യാൻ. സോ യു ക്യാൻ പ്രിസ്ക്രൈബ് കോഫിയ ഫോർ സച്ച് പേഷ്യൻസ്. Avina sativa, this is well known, we all know. പല രീതിയിലുള്ള അഡിക്ഷൻസ്, ഇതിപ്പോ ഞാൻ സംസാരിച്ച ആൽക്കഹോൾ മാത്രമാണ്. ഇത് Avina is very good for cocaine, tobacco, marijuana, everything you can use Avina. Lacase is very clear, you know, nonsense, talking nonsense, too much of loquacity, talking nonsense. എന്നിട്ട് നമുക്കറിയാം പേഷ്യന്റ് തന്നെ പറയും, അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ് പറയും, ഓ അവൻ കുടിച്ചു വരും, എന്നിട്ട് അവന്റെ തുണിയൊക്കെ വാരി വലിച്ചിടും, ഇങ്ങനെയൊക്കെ. സോ വാട്ട് ഈസ് തുണിയൊക്കെ വാരി വലിച്ചിടുക? ദേ കൻ നോട്ട് ബെയർ എനിത്തിങ്, നോ ക്ലോതിങ് ഓൺ ദർ ബോഡി. സോ ദാറ്റ് ഈസ് എ വെരി ക്ലിയർ ഇൻഡിക്കേഷൻ. അതുപോലെ ടോക്കറ്റീവ്, ടൂ മച്ച് ഓഫ് ടോക്കറ്റീവ്, ടോക്കിംഗ് എവറിത്തിങ്, ഓഫീസിന്റെ കാര്യം, ഗേൾഫ്രണ്ടിന്റെ കാര്യം, ജോലിയുടെ കാര്യം, ഫ്രണ്ട്സിന്റെ കാര്യം, എന്തൊക്കെയോ പിച്ചും വെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോൺ സ്റ്റോപ്പ് ടോക്കിംഗ്, ലാക്ടോസിസ് ഇസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ. ഓക്കെ, കുടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ആഫ്റ്റർ എഫക്ട് എന്താണ്? ഓൾസോ സ്ലീപ്ലെസ്നെസ്. So this man is drinking, where a clear indications on the sleeplessness is the most important peculiar symptom. If you're getting passiflora, will help this patient. Now ranunculosa, idum namukku ellarku ariyana remedy ana chronic alcoholism. This is one of the best remedy, and you have lots of biological involvement, pathological involvement, which means hepatic liver disorders occur down. So you know this. I'm again running through this. ഇത് ഞാൻ കഴിഞ്ഞ പ്രസന്റേഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ ഐ ജസ്റ്റ് ടേക്ക് 1 minute മോർ ടു എക്സ്പ്ലെയിൻ ദിസ്. ആൽക്കഹോളിസം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് തൊപ്പിയിട്ട് പൊളിറ്റീഷ്യൻസ് കുടിച്ച് കിടക്കുന്നു പറഞ്ഞില്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിലും ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഈ പേഷ്യൻസിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഒരു വിചിത്രമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. അച്ഛൻ ഉണ്ടോ ഇല്ലയോ, അമ്മയുണ്ടോ, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടാവും ഈ പേഷ്യൻസിന്. അവരുടെ മെയിൻ കുടിക്കുന്ന കാരണം അതാണ്, അച്ഛൻ ഇല്ല അമ്മയില്ല. പക്ഷെ നോക്കിയാൽ അച്ഛനും അമ്മയുണ്ടാവും, പക്ഷെ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടിയിട്ടില്ല, എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ല, എന്നെ ഒന്ന് nobody for me, that kind of a loneliness feeling they always carry. That is alcoholism. അത് കാരണം അവര് കുറെയൊക്കെ ലോ സെൽഫ് എസ്റ്റീം, ലോ കോൺഫിഡൻസ് സ്റ്റേറ്റിൽ വരും. പിന്നെ നുണ പറയുക, കള്ളത്തരങ്ങൾ കാണിക്കുക, പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൊങ്ങച്ചം പറഞ്ഞിരിക്കും. നമ്മളുടെ അടുത്ത് വന്ന് ഇരിക്കുന്ന പേഷ്യൻസ് നമുക്ക് കുറെയൊക്കെ സൾഫറായിട്ട് തോന്നും, ഭയങ്കര പൊങ്ങച്ചൊക്കെ ആയിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഗവൺമെന്റിന് കുറ്റം പറയുക, അല്ലെങ്കിൽ റോഡുകളെ കുറ്റം പറയുക, ഫാമിലി മെമ്പേഴ്സിനെ കുറ്റം പറയുക. സോ അതുപോലെ റിലേറ്റീവ്സ് വന്ന് പറയുന്ന ഒരു പ്രത്യേകത ആൽക്കഹോളിസം എന്ന് വെച്ചാൽ അഫബിലിറ്റി ടു ആൻ എനിമി. അഫബിലിറ്റി പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിനെസ്, ദേ ആർ സോ നൈസ്, സോ ഫ്രണ്ട്ലി. ദിസ് റിലേറ്റീവ്സ് വിൽ കം ആൻഡ് ടെൽ, ഞങ്ങൾ രണ്ടുപേരും ചേരില്ല, ആ കുടുംബവും നമ്മളും ചേരില്ല ഡോക്ടറെ. പക്ഷെ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും കണ്ടാൽ എന്തൊരു സംസാരമാണ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും. എനിക്ക് വെച്ചാൽ മനുഷ്യനെ കണ്ട കലി വരും, പക്ഷെ എന്റെ ഭർത്താവ് എന്ന് സംസാരിച്ചോണ്ടിരിക്കും, പക്ഷെ പുള്ളിക്കും ഇഷ്ടമല്ല, എന്നാലും സംസാരത്തിൽ. സോ ദാറ്റ് ഈസ് അഫിയബിലിറ്റി ടു ആൻ എനിമി. ദിസ് ഇസ് വെരി പെക്യുലിയർ അബൌട്ട് ആൽക്കഹോളിസം. ഓക്കെ, സോ കുടുംബത്തിനോട് അതുപോലെ ഇവർക്ക് കുടുംബം ഉണ്ടെങ്കിലും ഭാര്യ മക്കളോട് വലിയ ഒരു താല്പര്യം അടുപ്പമൊന്നുമില്ല. അതേപോലെയുള്ള ഒരു റെമഡിയാണ് ഫ്ലോറിക് ആസിഡ്. കുടികാരന്മാരാണ്, പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിനോട് ഒരു താല്പര്യവും ഇല്ല, വെളിയിലായിരിക്കും അവരുടെ എല്ലാം, ചെറിയും കളിയും സംസാരം, ഏതു നേരം വെളിയിലാണ് അവർക്ക്, വെളി ലോകം അവർക്ക് ഒന്നും കൂടെ ഇഷ്ടം. സോ ദാറ്റ് ഈസ് ഫ്ലോറിക് ആസിഡ്. പിന്നെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ സെക്ഷൽ ആക്ടിവിറ്റീസ്, ടു മച്ച് ഓഫ് സെക്ഷൽ ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ നോട്ട് വിത്ത് ദ ലൈഫ് പാർട്ട്നർ, സ്പൗസ്, with other partners outside. So that is excessive sexual activity along with alcoholism. That is floric acid. Petroleum, again you have many indications. I'm running out of time, so I have to run through the slides. കാലിന് കുടിച്ച ശേഷം പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞത് കാല് വയ്യ, ലിംസ് ബിക്കം വെരി പെയിൻഫുൾ, ഉറക്കത്തുനിന്ന് ഞെട്ടി അടിക്കും, എന്നിട്ട് ഡ്രിങ്ക്സ് വേണമെന്നൊക്കെ പറയും ഡോക്ടർ എന്ന് പറയും. സോ ദിസ് യൂഫോർബിനം ഇസ് എ വെരി ഗുഡ് റെമഡി. കാനബിസ് ഇൻഡിക്ക, അഗൈൻ ബോധമില്ലാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. എന്തിനാ ചിരിക്കുന്നത്? കുടിച്ചിട്ടായിരുന്നു ഏതാ അവന്റെ പരിപാടി, ചിരിച്ചുകൊണ്ടിരിക്കും, ഫോർ നോ റീസൺസ്. സോ ആൻഡ് ഓർമ്മയുണ്ടാവില്ല എവിടെയായിരുന്നു. ഒരു നല്ല ഒരു റുബ്രിക് ഉണ്ട്, ഞാനിതിൽ എഴുതിയിട്ടുണ്ട്, ഗെറ്റ് ലോസ്റ്റ് ഇൻ വെൽ നോൺ സ്ട്രീറ്റ്സ്. നമ്മളുടെ വീട് എവിടെയായിരുന്നു, അല്ലെങ്കിൽ പോയിട്ട് ബാത്റൂം ഡോറ് തുറന്നിട്ട് ബാത്റൂം പോകാനും കൂടെ അവന് പറ്റില്ല, മറന്നു എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. ടൈ എങ്ങനെ അഴിക്കുക അത് എനിക്ക് അറിയില്ല, അമ്മ എന്ന ടൈ അഴിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. കുടിച്ച ശേഷം ദേ ലൂസ്
memory of what they have been doing routinely. അതാണ് അതിന്റെ അർത്ഥം, get lost in well-known streets. So that is cannabis indica. Antim crude again നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വെൽ നോൺ റെമഡിയാണ്. ഭയങ്കര ഇമോഷണൽ ആൻഡ് സെന്റിമെന്റൽ ആയിരിക്കും. കുടിച്ച ശേഷം ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും ഇമോഷണൽ ആയിട്ട് കരച്ചിലും ബഹളവും, യൂഷ്വലി റിവോൾവിംഗ് അറൌണ്ട് റൊമാൻറ്റിക് പാർട്ട്ണർ. സോ ദാറ്റ് ഈസ് ആന്റിം ക്രൂഡ്. യൂഷ്വലി ഡിസപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള കുടിക്കൊക്കെ കൊടുക്കുന്നതാണ്, ലവ് ഡിസപ്പോയിന്റ്മെന്റ്. കോഫി ഐ എക്സ്പ്ലെയിൻഡ്. പിന്നെ ഇത് സ്പെസിഫിക് ആണ്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വി ക്യാൻ ഡു അവർ പ്രിസ്ക്രിപ്ഷൻ ഓൺ എനി ബേസിസ്. ഡീടോക്സ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇതുപോലെ സ്പെസിഫിക്കും കൊടുക്കാം. മെയിൻ ആയിട്ട് സിംറ്റം വരുന്ന തലവേദന. കുടിച്ച ശേഷം ആഫ്റ്റർ എഫക്റ്റിൽ എന്താ കാണുന്ന തലവേദന, ഭയങ്കര തലവേദന ഉണ്ടാവും. സോ റൂട്ട ഈസ് വെരി ഗുഡ്. കണ്ണിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുടി കഴിഞ്ഞിട്ടുള്ള ഒരു 4-5 ദിവസം അല്ലെങ്കിൽ എന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ട് കാണുന്ന കണ്ണിന് പ്രശ്നമുണ്ട്. സോ ദാറ്റ് ഈസ് വെയർ യു ക്യാൻ യൂസ് ദിസ് റെമഡി. ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. എഗെയിൻ സ്ട്രിച്നിൻ, വൈൻ ചില ഒരു ക്രിസ്ത്യൻ കുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് ചെറുപ്പത്തിലെ ചർച്ചിൽ പോകുമ്പോ ഒരു ഇവന്റ്സിനൊക്കെ വൈൻ കുടിക്കുന്ന ഒരു ശീലം അവിടുന്ന് തുടങ്ങിയതാണ്. ബട്ട് അവനിപ്പോ ഒരു 15 വയസ്സായപ്പോ, കൂടുതൽ സ്ലൈഡ് ഉണ്ടോ ഡോക്ടറെ? ഇല്ല കഴിഞ്ഞു. അപ്പൊ വൈൻ കുടിക്കാൻ ആ ഒരു ടേസ്റ്റ് കിട്ടി. ചർച്ച് പോയിട്ടാണ് ടേസ്റ്റ് കിട്ടിയത്. കുടുംബത്തിൽ ആരും കുടിക്കണമെന്നില്ല, പക്ഷെ ആ ഒരു ടേസ്റ്റിന്റെ ഒരു നശ കയറി എന്ന് പറയാം. ഒരു 15-16 ആയപ്പോ വീട്ടില് ക്രിസ്ത്യൻ ഫാമിലീസ് ആണ്, വീട്ടിൽ എപ്പോഴും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും, വൈന് കുടിച്ചുകൊണ്ടിരിക്കും. സോ ദിസ് റെമഡി ഹെൽപ്പ് ദാറ്റ് ചൈൽഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയാണ് നാട്രമ്യൂർ ഇസ് അനദർ ഗുഡ് റെമഡി. വിഷമം, കരച്ചില്, സാഡ്നെസ്, ഡ്വെല്ലിംഗ് ഓൺ പാസ്റ്റ് ഇവന്റ്സ്, ദിസ് ഇസ് എ വെരി ഗുഡ് റെമഡി. സോ ഫാമിലി ഹിസ്റ്ററി, ഇത് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല. അച്ഛൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, എന്റെ കുറച്ച് ഗുരുക്കളൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുടുംബ പാരമ്പര്യം ഉണ്ട് നമുക്ക്. മെയിൻ ആയിട്ട് പേഷ്യന്റ് അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ചില പേഷ്യൻസിന് കാരണം വേണ്ട കുടിക്കാൻ, വീട്ടിലെന്നും കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഫാമിലി കൾച്ചർ, ദർ ഇസ് എ കൾച്ചർ ഓഫ് ഡ്രങ്കേർഡ്സ് ഇൻ ദ ഫാമിലി. സോ ദിസ് ക്യാൻ ബി ലൈക്ക് നമ്മൾ പറയില്ല ഒരു ആന്റി മാസ്മെറ്റിക് ആയിട്ട്. അപ്പൊ ഇതിന്ന് ഏതെങ്കിലും റെമഡി, ഓഫ് കോഴ്സ് യു ഷുഡ് മാച്ച് വിത്ത് ദ സിംറ്റംസ് ആൻഡ് ഓൾ. ഇതൊരു ഇന്റർകറന്റ് ആയിട്ട് ഒരു മാസത്തിനൊരിക്കൽ 2 മാസത്തിനൊരിക്കൽ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് അവർ ട്രീറ്റ്മെന്റ് വി ക്യാൻ യൂസ് ദിസ് റെമഡി, ഓർ യു ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് വിത്ത് ദിസ് റെമഡീസ്, ബിക്കോസ് ദർ ഇസ് എ ഫാമിലി സ്റ്റോറി ഓഫ് ഡ്രങ്കേർഡ്സ്. അപ്പം ദാറ്റ് വാസ് അബൌട്ട് ദ ഫാമിലി ഹിസ്റ്ററി. കഴിയാറെ. പിന്നെ ഇത് ഒരു പ്രത്യേകത കോമ്പിനേഷൻ ആണ്. ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് ഡു കോമ്പിനേഷൻ പ്രിസ്ക്രിപ്ഷൻ. I don't have any idea about combination prescriptions. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ട്സ് സർക്കിൾ, എന്റെ colleagues, ഹോമിയോപ്പതി colleagues in North India especially, അവർ കുറെ ഇത് 4ഉം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പറയാറുണ്ട് ഇത് സക്സസ്ഫുൾ ആണെന്ന്. ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ അത് ഒരു നോളജ് ഷെയറിംഗ് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദേ ക്ലെയിം ദാറ്റ് ദിസ് ഇസ് വെരി സക്സസ്ഫുൾ കോമ്പിനേഷൻ. ഇതും സിമ്പിൾ, പേഷ്യന്റ് ജസ്റ്റ് ഹാങ് ഓവറിന് മെഡിസിൻ വേണമെന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് കൊടുക്കുന്ന പോലെ നട്സ്, ദിസ് ഓൾ തിങ്സ് വി നോ. സീജേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, മരുന്ന് ആൽക്കഹോളിക് മെയിൻ ആയിട്ട് കേസ് ടേക്കിംഗ് നമ്മൾ കാണുന്ന ഫിക്സ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസിൽ പേഷ്യന്റ് അധികം കാണിക്കുന്നത് സൈക്കോട്ടിക് സിംറ്റംസ് അല്ല, സീജർ സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ദിസ് 3 റെമഡീസ്. This I explained. Again, here spleen affected and a gout problem undanundinge, you can prescribe this remedy. Depression, too much of depression, sadness, patients ne relatives vannu parayum. Relatives nu parna oru stree undayirunnu, കല്യാണം കഴിച്ച മോൾക്കേ ഉണ്ട് എന്നും വിഷമവും കരച്ചിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും ഇവൾക്ക് കരഞ്ഞോണ്ട് മൂങ്ങിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നും ഉള്ളത്. അപ്പൊ സോ ഡിപ്രഷൻ ഇസ് ജസ്റ്റ് ദെയർ വിത്ത് ദാറ്റ് പേഷ്യന്റ്. സം പേഷ്യൻസ്, CPR പേഷ്യൻസ് അതുപോലെ എന്നും ഒരു വിഷമം, സാഡ്നെസ്, ഡിപ്രഷൻ. സോ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. നമ്മൾ പറഞ്ഞ ഒരു ടെൻഡൻസി ആണെന്ന്. അപ്പോൾ ആ പേഷ്യന്റിന് അതുണ്ട്, എന്നിട്ട് ലാസ്റ്റിൽ ഇപ്പോ കുടിക്കാനും തുടങ്ങി. സോ സിംസിഫ്യൂഗ ഹെൽപ്പ് ദാറ്റ് ലേഡി ഇൻ മൈ കേസ്. അപ്പോൾ അതൊക്കെയാണ് ആൽക്കഹോളിസം. സോ താങ്ക് യു വെരി മച്ച്. സോ ഓൾ ദാറ്റ് ഐ ഹാവ് ടു സേ ഈസ് പ്രിപ്പയർ യുവർ സെൽഫ്. നമുക്ക് റെമഡീസ് ഒക്കെ അറിയായിരിക്കാം, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനും അറിയായിരിക്കാം, പക്ഷെ പേഷ്യന്റിന് ഏത് പേഷ്യന്റിനെ എടുക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് യുവർ സെൽഫ്, ഡെഫിനറ്റ്ലി you can be very rich homeopaths, because trust me, we are going to get lots of alcoholic patients in our clinic in the future, because everywhere alcohol has become very common trend. So saying that, thank you very much. I hope this presentation will help everyone. Ending doubts ending inke thonilla samayam undana, but still എന്തായാലും ആൽക്കഹോളിസം എന്ന് പറയുന്ന ടോപ്പിക് ഇത്തിരി കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഒരു നല്ല ഒരു ഓർമ്മ പുതുക്കല്
ഈ ക്ലാസ് മാർക്കാണ് എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. നീ എന്തെങ്കിലും പത്മപ്രിയ ഡോക്ടറോട് സംശയങ്ങളോ അത്യാവശ്യം എന്തെങ്കിലും കമന്റുകളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സമയമാണ്. കുറച്ച് സമയമുള്ളൂ. പെട്ടെന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. 1-2 പേർക്കൊക്കെ അവസരം പറയാനുള്ളൊരു അവസരം ഉണ്ട്. ഡോക്ടർ സോയ ഇപ്പർ. ഓക്കെ, ഡോക്ടർ അൺമ്യൂട്ട് സംസാരിച്ചു. ഡോക്ടറെ ഗുഡ് ഈവനിങ്. ഒരു സംശയമുള്ളതേ, ചിലരിങ്ങനെ പറയും ഞങ്ങള് ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ ഞാൻ കാണിച്ചു തരട്ടെ, ഞാൻ കുടിച്ച് കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭീഷണി പോലെ പറയുന്ന ചില കുട്ടികളുണ്ട്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? അത് കുടിയായിട്ട് കൺസിഡർ ചെയ്യാതെ അത് there is a rubric ത്രട്ടനിങ്ങിൽ കുറെ റെമഡീസ് ഉണ്ട്. ബെലഡോണ, സ്റ്റെമോണിയം are the best remedies. So use any remedy from the rubric threatening. അതിൽ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ടോ ആൽക്കഹോൾ ആയിട്ടോ എടുക്കണം ആവശ്യം. പേടിപ്പെടുത്തുകയാണ് അവരെ, ഭീഷണിപ്പെടുത്തുകയാണ്. ആൻഡ് ടാരന്റുല is another remedy. മിക്കവാറും പാരന്റ്സിനെ പേടിപ്പെടുത്തിയിട്ട് കാര്യം കൊണ്ട് നടത്തും ടാരന്റുല. ശരി, ഓക്കെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും താങ്ക് യു. ഇനി ആർക്കെങ്കിലും പത്മപ്രിയ ഡോക്ടർ ക്ലാസ്സിനെ കുറിച്ചോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അടുത്തയാൾ ഡോക്ടർ സലീം കുമാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. കേക്കാം. ഡോക്ടറെ, ഇത് എനിക്ക് UK കാര്യം അറിയുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം വെച്ചാല് ഇവര് പലരും ഒരു സസ്പീഷ്യസ് ഇതിലോട്ട് പോകും. അത് ഏതാണ്ട് ജനറൽ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. ഒരു പ്രത്യേകിച്ച് ലിവറിനെ അത്യാവശ്യം അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവര് കടുത്ത സസ്പീഷ്യസ് നേച്ചറിലേക്ക് പോകും. അപ്പൊ നമ്മള് ഈ ബൈസ്റ്റാൻഡേഴ്സിനോട് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി, പ്രത്യേകിച്ച് വൈഫിനോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഈ സസ്പീഷ്യസ് നേച്ചർ പോകുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഫിന് വേറെ ആളുകളുമായിട്ട് വേറെ റിലേഷൻ ഉണ്ടെന്ന് ഇത് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ അവളുടെ ഓഫീസിലെ ആൾക്കാരെ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തെ ആൾക്കാരെ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി അകത്തോട്ട് കയറി അവളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ അനിയത്തിയുടെ ഇങ്ങനെ വീണ്ടും ഇത് അകത്തോട്ട് കയറി വരും. അവളുടെ ബ്രദറുമായിട്ട്, ഈവൻ അവളുടെ ഫാദറുമായിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വൈഫ് ഒക്കെ പൊട്ടിത്തെറിച്ചു പോകും. പ്രത്യേകിച്ച് ഈവൻ പ്രായപൂർത്തിയായ മകനെ കൂടിയാണെന്നവരെയൊക്കെ പറഞ്ഞിടേ. ഇവർക്കൊരു സൂചന കൊടുക്കണം ഈ സസ്പീഷ്യസ് നേച്ചറുള്ള ആൾക്കാരുടെ ഭാര്യമാരോട്. ഇത് നാളെ കയറി വന്നിട്ട് സ്വന്തം അച്ഛനെ ചേർത്തോ അല്ലെങ്കിൽ ബ്രദറിനെ ചേർത്തോ ഒക്കെ നാളെ പറയും. അപ്പൊ നിങ്ങൾ പൊട്ടിത്തെറിച്ച് പോകരുത്. ആ സമയത്ത് പെട്ടെന്ന് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഹസ്ബൻഡിന്റെ വായുന്നത് വരുമ്പോൾ ഇവർ പൊട്ടിത്തെറിച്ച് പോയി അയൽവക്കത്തേരെ നാട്ടുകാരെ കേട്ടാൽ ഇവർക്ക് തന്നെ കുഴപ്പം. അവൻ നമ്മുടെ അടുത്തൊക്കെ എത്ര മാന്യൻ, പഴയ കാലമൊന്നുമല്ല, വല്ലതും കണ്ടു കാണും, അല്ലെങ്കിൽ അതിനോ വല്ലതും ഉണ്ടാവും, ഇല്ല തീയില്ലാണ്ട് പുകയോ, ആ രീതിയിലുള്ള ഒരു ഇത് നാട്ടുകാർ കമന്റ് അടിക്കും, ഉള്ള പേര് ഒന്നുകൂടി ചീത്തയാവും. അപ്പൊ അതൊക്കെ പലപ്പോഴും ഈ നമ്മുടെ ഇതില് ഫാമിലി മെമ്പേഴ്സിന് സൂചിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അത് ഫാമിലി പൊട്ടിത്തെറിക്കാനായി ഒരു ഇത് കാരണവും ഈ വിറ്റേഴ്സ് ഇവർക്ക് അത് ഓർമ്മ ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അതൊരു വലിയൊരു വിഷയമാണ്. അത് പലപ്പോഴും ഹയോസയാമസ് പോലുള്ള സാധനത്തിലൊക്കെ അത് കുറച്ച് എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ ഒരു രീതി ഞാൻ സിഫിലിസമെന്ന് തുടങ്ങാറുള്ളൂ, പ്രത്യേകിച്ച് ഫാമിലി ടെൻഡൻസി ഉണ്ടെങ്കിൽ. കുറെ ഡോക്ടേഴ്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലോക്കേജ് റെമഡീസ്. ആ ഒരു ബ്ലോക്ക് വെരി ഗുഡ്. സലിംകുമാർ ഡോക്ടർ പറഞ്ഞത് സസ്പീഷൻ തുടങ്ങുന്നത് ലിവർ അഫക്ട് ചെയ്യുമ്പോഴാണോ? അങ്ങനെ അത് എന്റെ ഒരു സ്വന്തം ഇൻഫറൻസ് മാത്രമാണ്. ലിവറിനെ അഫക്ട് ചെയ്ത് തുടങ്ങുന്ന കേസുകളിലാണ് കൂടുതലായിട്ട് ഇത് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. അതിപ്പോ അല്ലാതെ എനിക്ക് അതിനെ കൊണ്ട് കുറച്ചു കാലം കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ ഗ്രൂപ്പില് ഡോക്ടർ ആരാണ്? ഡോക്ടർ വർഗീസ് അല്ലേ? നമ്മളുടെ ജർമ്മൻ മെഡിസിൻ, വാട്ട് ഈസ് ദാറ്റ് നോൺ ആസ്? വർഗീസ്. അപ്പോ അവരെന്നെ ചോദിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് സ്റ്റഡി വേർ യു അണ്ടർസ്റ്റാൻഡ് ഏത് ഇമോഷൻ ഏത് ഓർഗനിലാണെന്ന്. ഇപ്പോ കിഡ്നിയിൽ ആങ്കർ ആണ്, അപ്പൊ ഇനി സസ്പീഷൻ ലിവറിലാണെന്ന് ഐ ഡോണ്ട് ഹാവ് എൻ ഐഡിയ. പക്ഷെ ആ ജർമ്മൻ മെഡിസിന്റെ ബുക്സ് വായിക്കുക അല്ലെങ്കിൽ ഡോക്ടർ വർഗീസിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഇമോഷൻ ആൻഡ് ദ ഓർഗൻസ് എഫക്റ്റഡ്. ഓക്കെ, ഇനി ഡോക്ടർ BS ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. സലീംകുമാർ ഡോക്ടർ അവസാനം നന്ദിയും കൂടെ പറയണേ. ജയചന്ദ്ര ഡോക്ടറെ സംസാരിച്ചു. ഹലോ, കേൾക്കാം ഡോക്ടർ, എളുപ്പം പറഞ്ഞു. കേൾക്കാലോ. ഞാന് ഇപ്പൊ ഡോക്ടർ ഇന്നത്തെ ക്ലാസ് വളരെ വിലമതിക്കുന്ന ഒരു വാല്യുബിൾ ക്ലാസ് തന്നെ ആയിരുന്നു. പിന്നെ ഇതുപോലത്തെയുള്ള ക്ലാസ്സുകൾക്ക് ഇനിയും വരണം.
പിന്നെ ഞാൻ എൻ്റെ ചുറ്റുപാടിൽ കണ്ടിട്ടുള്ള ചില കുടിയന്മാരുടെ ഒരു വിശേഷതയാണ്. ചിലർക്കാണെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കും. അവരെ സൗണ്ട് അവർ ചിരിച്ച് കളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വല്ലതും പറഞ്ഞാൽ ഒന്ന് ചിരിക്കുക, അത്ര മാത്രമേ കാണുള്ളൂ. അവരെ വായിൽ നിന്ന് നാക്കൊണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ട്. അതേസമയം ചിലർ കുടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ കിടന്ന് ഓട്ടം ചാട്ടം ബഹളം കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 കാര്യം എന്തുകൊണ്ടാ കുടിക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 2 സിംറ്റം ഈസ് ഹൗ ഹി ബിഹേവ്സ് വെൻ ഹി ഈസ് ഡ്രങ്ക് അല്ലെ, അതൊരു പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ക്വയറ്റ് ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ടാസിറ്റേൺ എങ്ങനത്തെ ഒക്കെ റുബ്രിക്സ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പൊ അതിലൊക്കെ കുറെ കണ്ടമാനം 100-300 മരുന്നുകളൊക്കെയാണ് ഉള്ളത്. ടാസിറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വന്നാലും ചുമ്മാ കടന്നുകൊണ്ടിരിക്കും. സോ അത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുടി കഴിഞ്ഞ ശേഷം, ഈ ഹാങ് ഓവർ കഴിഞ്ഞ ശേഷം അവരുടെ എന്താണ് ഈ 4 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ കേസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് റെമഡി ചെയ്താന്ന് പറയാൻ പറ്റില്ല. പക്ഷെ യു ഹാവ് ടു ടേക്ക് ദാറ്റ്. ക്വയറ്റ് ഡിസ്പോസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ടാസിറ്റേൺ ആയിരിക്കാം. അപ്പം ആ ഒരു റുബ്രിക് കൺസിഡർ ചെയ്തിരിക്കണം നമ്മൾ. യു ഹാവ് ടു പുട്ട് ദാറ്റ് ഇൻ യുവർ കാൽക്കുലേഷൻ. ഡോക്ടറോട് കുറച്ച് ഡ്രഗ്സിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ റെപ്പറ്റീഷൻ എങ്ങനെയാണ്, ഡോസ് എങ്ങനെയാണ്, റെപ്പറ്റീഷൻ എങ്ങനെയാണ്? റെപ്പിറ്റേഷൻ ഡോസസ് അല്ല, അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്തായാലും എല്ലാ രീതിയിലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാം. ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഫിസിക്കൽ ലെവലിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതുപോലെ കുടിക്കണ്ടോ കുടിക്കുന്നില്ലേ, പെരുമാറ്റം, ബിഹേവിയർ ഇൻസൈഡ് ദ ഫാമിലി, ഒബ്വിയസ്ലി ഫസ്റ്റ് തിങ്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ട്. ഇഫ് ദർ ഈസ് പോസിറ്റീവ് ചേഞ്ചസ്, ഡു നോട്ട് റിപ്പീറ്റ് ബിക്കോസ് ദ മെഡിസിൻ ഈസ് വർക്കിംഗ്. പിന്നെ പേഷ്യൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, പേഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് പറയുന്ന ഡോക്ടറെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, കുടിക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ you can repeat the same dose. Or else if the patient or the relative is saying ki there is no much difference, go for a higher potency. അപ്പോൾ the best is ഞാൻ ഫോളോ ചെയ്യുന്നത് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ do not repeat. Best way. കുടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡോസ് കൊടുക്കുക. ഓക്കെ പത്മപ്രിയ ഡോക്ടറെ. ജയചന്ദ്ര ഡോക്ടർ, സംശയം ഇപ്പൊ ഈ ബഹളം ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ക്ലാസ് ഒന്നുകൂടി കേട്ടാൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചില മെഡിസിനൊക്കെ ഹയോസിയാമസ് പോലെ. അപ്പോ അതൊന്നുകൂടെ വാച്ച് ചെയ്താൽ തന്നെ കുറച്ചുകൂടെ അത് കിട്ടും. പിന്നെ എന്തായാലും വളരെ മനോഹരമായ ക്ലാസ് എടുത്ത പത്മപ്രിയ. അല്ല, കുറെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബൊറാക്സ്, ബെലഡോണ, നക്സ്വോമിക, പെട്രോളിയം, സൾഫർ, സ്പോഞ്ചിയ പേഷ്യൻസ് ഇവരൊക്കെ കുടിച്ചാൽ ജസ്റ്റ് കിടക്കും, ഒന്നുമില്ല, ജസ്റ്റ് കിടക്കും. അവർക്കൊന്നും വേണ്ട, ആരെയും ശല്യപ്പെടുത്തൂല, ഒന്നും മിണ്ടൂല. സ്പോഞ്ചിയ ഇവിടെയൊക്കെ കുറെ സ്പോഞ്ചിയ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഞാൻ സ്പോഞ്ചിയ ടീനേജേഴ്സ് ഓർ യങ് അഡൽട്സ് സ്പോഞ്ചിയ പേഷ്യൻസ്, ദേ ആർ ജസ്റ്റ് ക്വയറ്റ്, അബ്സല്യൂട്ട്ലി ക്വയറ്റ്. അപ്പം ഐ കനോട്ട് സേ വിച്ച് റെമഡി, ബിക്കോസ് ഇപ്പൊ റെപ്പർട്ടറി ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു അറ്റ്ലീസ്റ്റ് 50 റെമഡീസ് ഉണ്ടാവും. നക്സ്വോമിക പേഷ്യൻസും തന്നെ ഭയങ്കര ക്വയറ്റ്, അവർക്ക് ജസ്റ്റ് ക്വയറ്റ്നെസ് വേണം. ചില നക്സ്വോമിക പേഷ്യൻസ് ക്വയറ്റ് ആയിട്ടൊന്നും മിണ്ടാതെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് പോയി കുടിക്കും, ബിക്കോസ് ദേ നോ ദെയർ ബോഡി. കുടിച്ച ശേഷം അവർ ക്വയറ്റ് ആയിരിക്കുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് സ്ലീപ്പിംഗ്, ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റേയിങ് ക്വയറ്റ്ലി. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ അതന്നെയായിരുന്നില്ലേ? ഓക്കെ ഡോക്ടറെ. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കുക. ഹലോ ഡോക്ടറെ. ഏതായാലും ഈ ആൽക്കഹോളിസം ആയതുകൊണ്ടാണ് സാധാരണ ഡോക്ടർ എപ്പോഴും ആടിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇന്ന് ഡോക്ടറെ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുക. സാധാരണ കാറിലായിരിക്കുമല്ലോ, ഇന്നിപ്പോ വീട്ടില. പ്രസന്റേഷൻ പിപിടി കാണിക്കാനും കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കാറിലൊക്കെ. അപ്പൊ ഇന്ന് രണ്ടുപേരും കൂടെ ആടിയാലോ, അതുകൊണ്ടാണ്. പിന്നെ ഡോക്ടറെ, ഇതില് ഫ്ലവർ റെമഡിക്ക് ഒരുപാട് റോൾ ഉണ്ട് കേട്ടോ. കുറെയൊക്കെ ഞാനിപ്പോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോ കുറച്ചുകൂടി റിസൾട്ട് പാസീവ് ആയിട്ടുള്ള കൊടുക്കലാണ് എനിക്ക് കൂടുതൽ ഇത് കിട്ടുന്നത്. പേഷ്യന്റ് അറിയാതെ കൊടുക്കത്തെ ഫ്ലവറില് ചെറിപ്ലം, വാൽനട്ട് ഉള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ നല്ലതാണ്. ഓക്കെ ഡോക്ടർ. ഏതായാലും നമ്മളുടെ IFPH കുറച്ച് സ്റ്റാറുകളിൽ ഒരാളായിട്ട് ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറെ ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് പലപ്പോഴും. ഇപ്പൊ ഈ ആൽക്കഹോൾ എന്നുള്ള മെഡിസിൻ ഇതിലുള്ളതാണ്, ലോട്ടസ് മെറ്റീരിയൽ ഉള്ളതാണ്. പക്ഷെ ഇന്ന് വരെ ഞാനത് വായിച്ചു നോക്കിയിട്ടില്ല. എനിക്ക് വളരെ എന്നോട് ഇതിൽ പുച്ഛം തോന്നി ഡോക്ടറെ പറഞ്ഞപ്പോ, ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ട് കണ്ടില്ലല്ലോ എന്നുള്ളത്. ഡിപ്രഷന് നല്ല മരുന്നാണ് ആൽക്കഹോളിസ്. പക്ഷെ അത് മറിച്ച് ഇതുവരെ കണ്ണിൽ പോയി പെട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നതും അത് തന്നെ എല്ലാവർക്കും ആവശ്യമുള്ള സബ്ജക്റ്റാണ് ഡോക്ടർ ഇന്ന് കൊണ്ടുവന്നത്. പിന്നെ എന്തോ ഈ
ഡോക്ടർ തൊടുന്നതൊക്കെ പൊന്നാകുന്നു എന്നുള്ള അവസ്ഥയിൽ ഏത് കൊണ്ടുവന്നാലും അതുപോലെ ഇപ്പൊ സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇപ്പോഴാണ്. ആ സബ്ജക്റ്റ് ഡോക്ടർ കലക്കി ഞങ്ങള് ഇന്ന മലയാളിയുടെ ഭാഷയിൽ കലക്കി കളഞ്ഞു. ഏതായാലും നന്നായിട്ടുണ്ട്. അപ്പൊ IFPH വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, Thank you very much. ഓക്കെ, Thank you. ഓക്കെ. അപ്പൊ ആൽക്കഹോളിസം ആയതുകൊണ്ട് പലർക്കും ഇത് പ്രയോജനപ്പെടും. അതെ, അതെ. വീട്ടിലും നാട്ടിലും എല്ലാം. ഓക്കെ, അല്ല, എനിക്ക് തോന്നുന്നു വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഹെൻസ്ഫോർത്ത് വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഞാൻ പറഞ്ഞില്ലേ, ആൽക്കഹോൾ ഈസ് ബിക്കം എ കോമൺ ട്രെൻഡ് എവ്രിവെയർ, യൂണിവേഴ്സലി. അപ്പൊ എല്ലാവരും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുടിക്കില്ല എന്ന് കേൾക്കണ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സ്പെഷ്യലി സിറ്റീസിലൊക്കെ. ട്രിവാൻഡ്രം, കൊച്ചിൻ എന്റെ കുറെ ഫ്രണ്ട്സും റിലേറ്റീവ്സിന് നല്ലപോലെ കുടിക്കും എല്ലാവരും. ഈവൻ ഫീമെയിൽസ് ഓഫ് സ്മോൾ ഏജ് 35, 40, 45 IT പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന മിക്കവാറും കുടിക്കാറുണ്ട്. അത് അവർ കുടുംബത്തിനെ അറിയിക്കുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. That is a different story. Next step like the chance there is a whole set of symptoms or body language which we as homeopaths should know to understand if this person is drinking or not. അത് റിലേറ്റീവ്സിന്റെ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നോണ പറയുക, സസ്പിഷൻ. നിങ്ങൾ പറഞ്ഞ സസ്പിഷൻ ഇസ് വൺ ഓഫ് ദ ക്വാളിറ്റീസ്. സീക്രറ്റീവ്നെസ്, സ്റ്റേയിങ് ക്വയറ്റ്. ഇപ്പൊ കുട്ടികളൊക്കെ റൂമിൽ പോയി വാതിൽ അടച്ചിരിക്കുക. സോ ദർ ആർ ലിസ്റ്റ് ഓഫ് തിങ്സ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മൾക്ക് ഇനി വരാൻ പോണ പേഷ്യൻസ് ഒക്കെ ഡോക്ടറെ വളരെ ശരിയാ. ഇപ്പൊ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാടക വീട്ടിലെ ലേഡീസ് ഒഴിഞ്ഞു പോയപ്പോഴേക്ക് അവിടെ ബോട്ടിൽ സിസ്റ്റം പോലെ ഇരിക്കണം. ഓക്കെ. അപ്പൊ നമ്മളൊക്കെ സമയപരിമിതി ഉണ്ട്. ധനേഷ് ഡോക്ടർക്ക് എന്തെങ്കിലും അത്യാവശ്യം പറയാനുണ്ടോ? നമുക്ക് ഈ സൺഡേ ഇതിന്റെ ബാക്കി വെച്ചാലോ ഡോക്ടറെ? അവസാനമായപ്പോ സ്പീഡായിപ്പോ. എന്നാ അത് ഒരു ക്ലാസ് അതും കൂടെ മുറിച്ച് നടത്താമെന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഡോക്ടർ റെമഡീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്ക് ഒന്നും കൂടെ ഒരു സെഷൻ കൂടെ വെക്കാം. സൺഡേ വെച്ചാലോ? അത് പറഞ്ഞായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്താല് ഗുണമുള്ളൂ ഡോക്ടറെ. അല്ല, അതെ. ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ സ്ലോലി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഡ്വാൻസ് ആയിട്ട് 2-3 സെഷൻസ് ഐ വിൽ ജസ്റ്റ് കീപ് എക്സ്ക്ലൂസീവ്ലി ഫോർ വൺ ടോപ്പിക് സോ ദാറ്റ് അത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ സൺഡേ ക്ലാസ് ഈ സൺഡേ പറ്റില്ല. ഐ ആം സോറി അബൌട്ട് ദാറ്റ്. ധനേഷ് ഡോക്ടർ വിളിച്ചോളൂ. നമുക്ക് ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഒത്തിരി ലേറ്റ് ആണ് ഇപ്പൊ തന്നെ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് അവസരോചിതമായി നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് വേദിയിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.